ഞാനൊരു ആഹ്വാനം കൊടുക്കാറുണ്ട്, ഒരു ന്യൂ ഇയർ സന്ദേശം പോലെ. ഞാൻ പറഞ്ഞ 31st നൈറ്റ് ആണ്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം മാറി പുതുവർഷം ആകുമ്പോൾ ആരും സ്വപ്നമൊന്നും കാണല്ലേ. ഭാര്യ സെയിം ആയിരിക്കും, ഭർത്താവ് സെയിം ആയിരിക്കും, മക്കള് സെയിം ആയിരിക്കും, മാതാപിതാക്കൾ സെയിം ആയിരിക്കും, ജോലിയെല്ലാം സെയിം ആയിരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പുതുവർഷം പുതിയ സ്വപ്നമൊക്കെ നല്ലതാണ്. ആകെ കലണ്ടർ മാത്രമേ മാറത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകേണ്ടത് നമുക്കാണ്. നമുക്കുണ്ടാകുന്ന മാറ്റമാണ് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് മറ്റുള്ളവര് മാറ്റമുണ്ടാകാതെ നമുക്കുണ്ടാകുന്ന മാറ്റം, ഈ വചനത്തിൽ കൂടെ ഒക്കെ നമുക്കുണ്ടാകുന്ന സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പാക്ട് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്, ദാറ്റ് വിൽ മേക്ക് ആൻ ഇൻഫ്ലുവൻസ് അപ്പോൺ അതേഴ്സ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മളിലുണ്ടാകുന്ന മാറ്റമാണ് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നത്. നമ്മള് ആത്മനിയന്ത്രണ ജീവിതം, ആത്മനിറവിന്റെ ജീവിതം, ഇത് രണ്ടും കൂടെ അൺസെപ്പറേറ്റബിൾ ആണ്, മാറ്റിവെക്കാൻ കഴിയാത്തതാണ്. ആത്മനിറവുള്ളവൻ ആത്മനിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള ആ ചിന്തയെ ചേർത്ത് വെച്ച് നമുക്ക് ഏകദേശം 5 കാര്യങ്ങൾ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അത് നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ പഠനം തുടരുന്നത്. ഇതൊരു കൺട്രോൾ ലൈഫാണ്, ഒരു കംപ്ലീറ്റഡ് ലൈഫാണ്, ഒരു നിയന്ത്രണ ജീവിതമാണ്, അളവുകളും അതിരുകളും ഒക്കെ ഉള്ള നിയന്ത്രണ ജീവിതമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിരുകളുള്ള നിയമസംഹിതകളുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കുള്ള സ്വാതന്ത്ര്യം. ഇതൊരു നിറഞ്ഞ ജീവിതമാണ്. തല മുതൽ പെരുവിരൽ വരെ നിയന്ത്രിതമാണ്, നിയന്ത്രിക്കപ്പെട്ടതാണ്. നമ്മൾ ഉപയോഗിച്ച പദം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള ഒരു ചിന്തയാണ്. ഇതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ലൈഫാണ്. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയം, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ആശയവിനിമയം നാം പരിശുദ്ധാത്മാവിലാണ് നിവർത്തിക്കേണ്ടത് എന്ന് നാം പഠിച്ച സെലിബ്രേറ്റിംഗ് ലൈഫാണ്, ആഘോഷമാണ്, ആനന്ദ ജീവിതമാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ വേണം നാം കർത്താവിനെ എപ്പോഴും സേവിക്കേണ്ടതെന്നും ഇന്നലെ നാം പഠിച്ചത് ഇറ്റ്സ് എ കണ്ടൻമെന്റ് ലൈഫാണ് എന്ന് പറഞ്ഞാൽ സംതൃപ്തമാണ്, സമാധാനപൂർണമായ ജീവിതമാണ്. ക്രിസ്തുവിൽ നിന്നുള്ള തൃപ്തി, എല്ലാറ്റിലും തൃപ്തിയുള്ളവരായി ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ്. അവസാനമായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവസാനം എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ അവസാനമാണ്. ഈ പഠനം തുടരേണ്ടതാണ്. 60 ദിവസത്തോളം എടുത്താലും തീരത്തില്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. കമ്മിറ്റഡ് ലൈഫാണ്. ഇത് പരസ്പര ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ജീവിതമാണ്. ഇറ്റ്സ് എ കമ്മിറ്റഡ് ലൈഫ്. അതാണ് 21-ാം വാക്യം വായിക്കുന്നത്. 18 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണാതെ പഠിച്ചത് കൊണ്ട് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഹൃദയത്തിൽ കർത്താവിന് പാടിയും, അല്ലെങ്കിൽ എല്ലാറ്റിനും എല്ലായ്പ്പോഴും കർത്താവ് മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും. 21-ാമത്തെ വാക്യം മാത്രം ഇന്ന് രാത്രി വായിച്ച് നമുക്ക് ഈ ചിന്തയിലേക്ക് വരാം. 21-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ആത്മനിറവിന്റെ ജീവിതം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. എ കമ്മിറ്റഡ് ലൈഫ്, കമ്മിറ്റഡ് ടു ഈച്ച് അതർ എന്നാണ് പറയുന്നത്. പരസ്പരം ഹല്ലേലൂയ കൂട്ടായ്മയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ തന്നെ കീഴ്പ്പെടുത്തുന്ന ജീവിതമല്ല ആത്മീയ ജീവിതം, കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. നമുക്ക് എല്ലാവർക്കും കീഴ്പ്പെടുത്തുവാനാണ് വ്യഗ്രത. ഞാനാണ് മെച്ചമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, ഡിസ്റിഗാർഡ് ചെയ്യുന്നതാണ്. എന്നാൽ ആത്മീയ ജീവിതം കീഴ്പ്പെടലിന്റെ ജീവിതമാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അതുമായി സ്പർശിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധം, മക്കൾ മാതാപിതാക്കൾ ബന്ധം, ദാസൻ യജമാനൻ ബന്ധം ഇത്യാദി വിഷയങ്ങളായിരിക്കും ഇന്ന് പകൽക്കാലം അല്പമെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആത്മനിറവിൻ ജീവിതത്തിൽ മാത്രമേ സുഗമമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് 2 ബന്ധങ്ങളാണ് എപ്പോഴും കീപ്പ് ചെയ്യണം. അൺബ്രേക്കബിൾ ബോണ്ടേജ് ആയിട്ടുള്ള 2 റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. ഒന്ന് ദൈവവുമായുള്ള ബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധമാണ്. സ്തോത്രം. കർത്താവിന്റെ തിരുമേശയുടെ സമയത്ത് നമ്മൾ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ദൈവസഭയാകുന്ന ശരീരത്തിലെ എന്റെ ബന്ധം, അതൊന്ന് ഐ ടു എക്സാമിൻ. അപ്പോൾ തന്നെ ദൈവവുമായുള്ള ബന്ധം, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. കുരിശിനുള്ള 2 ആക്സിസ്, ഒന്ന് വെർട്ടിക്കലാണ്. മുകൾ തൊട്ടേയുള്ള കുരിശിന്റെ 2 തടികൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലുമാണ്, തിരശ്ചീനമായും ലംബമായിട്ടുള്ളതാണ്. അപ്പം സ്വർഗത്തിലെ ദൈവവുമായുള്ള ബന്ധം മനുഷ്യൻ സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യരുമായുള്ള ബന്ധവും സ്ഥാപിക്കാൻ കഴിയത്തുള്ളൂ. തിരിച്ചും മാനുഷിക ബന്ധങ്ങൾ സ്ഥിരപ്പെടാത്തിടത്ത് ദൈവിക ബന്ധത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതിനുമായി ബന്ധപ്പെട്ട ഒത്തിരി വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും കുറിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞു പോകുന്നു. മത്തായി 22:40 തൊട്ട് 35 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ന്യായശാസ്ത്രി, മത്തായി 22:35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളുടെ രത്ന ചുരുക്കമാണ്. ഒരു ന്യായശാസ്ത്രി യേശുവിന്റെ അടുക്കൽ വന്നിട്ട്
കർത്താവിനോട് ചോദിക്കുന്നത് ഏതാണ് വലിയ കൽപ്പന. ഹി വാണ്ട് ടു നോ വാട്ട് ഈസ് ദ സുപ്രീം കമാൻഡ്, പ്രയോറിറ്റി. ഫസ്റ്റ് എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. റെസ്റ്റ് ഐ ഡോണ്ട് വാണ്ട് ടു നോ. സുപ്രീം കമാൻഡ് എനിക്കറിയണം. നമുക്കറിയണം, പറഞ്ഞാട്ട് ചുരുക്കി ഒന്ന് പറഞ്ഞാട്ട്, വിശദീകരിക്കാതെ എല്ലാം അറിയേണ്ടായിരിക്കും, ഒന്നറിഞ്ഞാൽ മതി. അപ്പൊ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അത്ര അറിഞ്ഞാൽ മതി. ഈ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഈസ് ദ സുപ്രീം കമാൻഡ്. പക്ഷെ യേശു പറഞ്ഞു, പോകരുത്, അവിടെ നിൽക്കേ, നീ ചോദിക്കാത്തൊരു ഉത്തരം കൂടെ എനിക്ക് പറയുവാനുണ്ട്. രണ്ടാമത്തേത് ചോദിച്ചതല്ല, ഹി ഡസന്റ് വാണ്ട് ടു നോ ദാറ്റ് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ യേശു പറഞ്ഞു, ഒന്നാമത്തെ കൽപ്പന പൂർത്തിയാകണമെങ്കിൽ രണ്ടും കൂടെ അറിയണം. അപ്പൊ അതിന്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ദ സെക്കൻഡ് ഈസ് നോട്ട് സെക്കൻഡറി. നമ്മൾ ഒരു നമ്പർ ഇടുമ്പോൾ നമുക്ക് 1, 2, 3 എന്ന് ഇടാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം ഒന്നാമത്തത് ഏറ്റവും വലുത്. 10 നിയമങ്ങളുണ്ട്. 10 നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് 25 നിയമങ്ങൾ. 25നും ഒരേ വിലയും ഒരേ നിലയുമാണ്. ഒന്നിനേക്കാൾ സുപ്രീം അല്ല. അപ്പം നമ്പർ ഇടുമ്പോൾ 1, 2 നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സെക്കൻഡ് ഈസ് നോട്ട് സെക്കൻഡറി. അപ്പൊ യേശു പറഞ്ഞു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ അവിടെയാണ് പ്രവാചകന്മാരും അല്ലെങ്കിൽ പുസ്തകങ്ങളും ഒക്കെ ഒരുമിച്ച് പൂർത്തിയാകുന്നത്. അപ്പം യേശുവിന്റെ കൽപ്പന അതായിരുന്നു. അപ്പം ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം. ബന്ധങ്ങൾ ആടി ഉലഞ്ഞ ബന്ധങ്ങളുമായി ആർക്കും കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആത്മനിറവിന്റെ ജീവിതം നമുക്ക് തരുന്ന ഒന്നാമത് കർത്താവുമായുള്ള ബന്ധമാണ്. നമ്മൾ ആരംഭ ക്ലാസ്സിൽ ആ വാക്യം വായിച്ചു, റോമർ 8:16. നാം ദൈവമക്കളാണെന്ന് പരിശുദ്ധാത്മാവാണ് നമുക്ക് സാക്ഷ്യം തരുന്നത്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് കണ്ടിന്യൂലി സ്പീക്കിംഗ് ടു അവർ സ്പിരിറ്റ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവമക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയും. അപ്പൊ ദൈവിക ബന്ധം ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലും സംവേദനത്തിലുമാണ്. അതുപോലെ തന്നെ മറ്റു മാനുഷിക ബന്ധങ്ങളെയും അരക്കിട്ടുറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ ആ ബന്ധത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ വഴിപാട് യാഗപീഠത്തിൽ വെച്ചിട്ട് നിരന്നിട്ട് മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലുണ്ട്, 5-ാം അധ്യായത്തിലുണ്ട്, മർക്കോസ് 11-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ ക്ഷമിച്ചിട്ട് പ്രാർത്ഥന തുടർന്നാൽ മതി. അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഇഫ് യു ഫീൽ ദാറ്റ് someone has something holding against you, നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ആരാധന അവിടെ വെച്ചിട്ട് നിരന്നിട്ട് മതി. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. ആത്മനിറവിന്റെ ജീവിതം നമ്മളൊരു ഐസൊലേറ്റഡ് ലൈഫ് അല്ല. ഞാൻ കർത്താവിനെ സേവിച്ചത് കൊണ്ട് ആരുമായിട്ട് മിണ്ടത്തില്ല, സഹകരിക്കത്തില്ല, മാറിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട ജീവിതമല്ല. പത്മോസ് ദ്വീപിലെ യോഹന്നാന്റെ ശുശ്രൂഷയല്ല നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം ഇൻസുലേറ്റഡ് ആണ്, നോട്ട് ഐസൊലേറ്റഡ്. കാരണം നമുക്ക് കവചമുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ചിന്ത. ജാതികളുടെ നടുവിൽ പാർക്കുമ്പോഴും അവരുടെ സ്വഭാവങ്ങളോ അവരുടെ രീതികളോ അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സ്വാധീനിക്കാതെ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ സമാനമായ വിശ്വാസ ജീവിതമാണ് ആത്മീയന്റെ ജീവിതം, അല്ലെ? ആടി ഉലഞ്ഞുങ്ങൾ വെച്ച് ബന്ധങ്ങൾ വെച്ച് നമുക്ക് ആരാധിച്ചാൽ നമ്മുടെ മേൽക്കൂരയ്ക്ക് അപ്പുറത്ത് പോലും പോകുവാൻ ഈ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും പ്രാപ്തിയില്ല എന്ന സത്യം അറിയണം, അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് 1 മണിക്കൂറുടെ പാട്ട് പാടാൻ സന്തോഷമാണ്. പക്ഷേ ഒരു 10 മിനിറ്റ് ഒരു കൂട്ടു സഹോദരന്റെ വീട്ടിൽ പോയിട്ട് കാര്യം തിരക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചു നേരം കൂടെ അന്യഭാഷയെ നമുക്ക് ആരാധിക്കാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഇരുന്നേക്കാം. പക്ഷേ ആ സഹോദരനോട് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു മടിയായിരിക്കും. മാംസരക്തങ്ങൾക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുന്നതാണ് ആത്മീയമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. മാംസരക്തങ്ങൾക്ക്, അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ പറയുന്നത് മാംസരക്തങ്ങൾക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കണം. അപ്പം ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്ന ആത്മീക ബന്ധം, ആത്മാവിന്റെ നിറവ് പറഞ്ഞ ഉടനെ 22-ാം വാക്യം തൊട്ട് കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിത് എപ്പോഴാണ് സാധാരണ വായിക്കുന്നത്? കല്യാണ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ സ്ക്രിപ്ചർ റീഡിംഗ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. 3 വാക്യങ്ങൾ വായിച്ചു നോക്കത്തുള്ളൂ, നിർബന്ധമാണല്ലോ. 45-ാം സങ്കീർത്തനം ആരംഭത്തിൽ വായിച്ചില്ലെങ്കിൽ എന്തോ നഷ്ടബോധമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതൊക്കെ ദൂരെ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കത്തില്ലെന്നറിയാം. പക്ഷെ നമ്മുടെ പിതാക്കന്മാരൊക്കെ 45-ാം സങ്കീർത്തനം വായിച്ച് കല്യാണ ശുശ്രൂഷയ്ക്ക് വായിച്ച കാര്യം ഓർത്തിട്ട് ഇപ്പം ഒരു 40 വർഷത്തിന് ശേഷം എനിക്ക് ചിരി വരുന്നുണ്ട്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു, അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിച്ച് തോഴിമാരൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ തലയിൽ തുണിയിട്ടില്ലെങ്കിൽ വടക്കുണ്ടാക്കുന്ന നമ്മുടെ അപ്പച്ചന്മാരാണ് ഈ കല്യാണം നടത്തുന്നത്. തോഴിമാരൊക്കെ കൂടത്തിൽ വരുന്ന ചിത്രം പോലും അവർക്കില്ല.
ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞ് അല്ലെ, വെള്ളവസ്ത്രത്തിന് വേണ്ടിയൊക്കെ പിടിവാശി പിടിക്കുന്നതാണല്ലോ നമ്മള്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് 45-ാം സങ്കീർത്തനം അല്ലെങ്കിൽ ശോഭാ പരിപൂർണയായി അലങ്കാര വിഭൂഷിതയായി ആഡംബരത്തോടു കൂടി ആഭരണം അണിഞ്ഞു വരുന്ന ഒരു വധുവിന്റെ ചിത്രമാണ് 45-ാം സങ്കീർത്തനത്തിന്റെ കാഴ്ചപ്പാട് തന്നെ. അപ്പൊ അന്നത്തെ കാലത്ത് അത് വായിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട് ഇതുപോലുള്ളൊക്കെ നിർബന്ധങ്ങളൊക്കെ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ക്രിപ്ചർ റീഡിങ്ങിന് മാത്രം വെച്ചിരിക്കുന്നതാണ് നമ്മൾ എഫേസർ 5:22 തൊട്ട് പത്രോസിന്റെ ലേഖനം, കൊലോസി ലേഖനം, കൊരിന്ത്യർ ലേഖനം ഒക്കെ നോക്കണം. ആത്മനിറവിന്റെ ആ ജീവിതത്തിന്റെ തുടർച്ചയാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഇന്ന് അങ്ങോട്ടാണ് ചിന്തിക്കാൻ പോകുന്നത്. എഫേസർ 5:21 അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കടപ്പെട്ടിരിക്കാം എന്ന ബന്ധങ്ങളിലേക്ക് വന്നിട്ട് കുടുംബ ബന്ധത്തിന്റെ ശ്രേഷ്ഠത ആത്മനിറവില് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആത്മീയ ജീവിതം. ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ശരീരം മാത്രമേ സുഗമമായി, അത് സഭയാണെങ്കിലും കുടുംബമാണെങ്കിലും, രണ്ടുപേരിലും ഭൂമിയിലെ രണ്ട് പ്രസ്ഥാനങ്ങളാണ്. ടു ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹല്ലേലൂയ. സൃഷ്ടിയുടെ ആരംഭത്തിൽ കുടുംബം എന്ന ഹല്ലേലൂയ സംവിധാനം ദൈവം ഉണ്ടാക്കി. പെന്തക്കോസ്തിൽ സഭ എന്ന സംവിധാനം ഉണ്ടാക്കി. കാലപ്പഴക്കത്തിൽ മങ്ങിപ്പോകാത്ത രണ്ട് സംവിധാനങ്ങളാണ് കുടുംബം എന്ന ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റും രണ്ട് സഭ എന്ന. ഇത് രണ്ടും കൂടെയാണ് ദൈവമഹത്വത്തിന് സമൂഹത്തിന് അല്ലെങ്കിൽ അനുഗ്രഹമായി മാറേണ്ടത്. അപ്പൊ ഈ എഫേസ്യ ലേഖനത്തിന്റെ 5 തൊട്ടുള്ള ഭാഗങ്ങൾ നാം ഇനിയും വായിച്ചാലും പഠിച്ചാലും അല്ലെങ്കിൽ കുടുംബ ബന്ധം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മക്കൾ മാതാപിതാക്കൾ ബന്ധം, 6ന്റെ തന്നെ 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യജമാനൻ സാമൂഹിക ബന്ധം, യജമാനൻ ദാസ്യ ബന്ധം. ഈ 3 ബന്ധങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കണമെങ്കിൽ ആത്മനിറവിലെ സാധിക്കത്തുള്ളൂ. കുടുംബ ബന്ധം, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾ ബന്ധം, സാമൂഹിക ബന്ധം. ഈ 3 ബന്ധങ്ങൾ ആത്മീയ ബന്ധങ്ങളോട് ചേർത്താണ് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത്. സ്തോത്രം. നമ്മളല്ലെങ്കിൽ ആടി ഉലഞ്ഞ ബന്ധം വെച്ച് അല്ലെങ്കിൽ ദൈവത്തെ എത്ര വിളിച്ചാലും ദൈവം മൈൻഡ് ചെയ്യണമെന്നില്ല. അത് അനുഗ്രഹമല്ല. ഹല്ലേലൂയ. ഒരിക്കലാണെങ്കിൽ യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് യാബോക്ക് കടവിന്റെ തീരത്തിരുന്നു കൊണ്ട് അലറിക്കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കറിയാം. 20 വർഷത്തെ അരാമിയ വാസത്തിന് ശേഷം ലാബാനി അടിമ മുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടെ വന്ന് യാബോക്ക് കടവിൽ ഇരുന്നു കൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നാ പറയുന്നത്. ഈ അനുഗ്രഹം എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ വിചാരം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു കണക്ക് സമ്പത്തുകളുടെ ആധിക്യമാണ് അനുഗ്രഹമെന്ന് ആരോ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. ആരോഗ്യത്തിന്റെ അതിപ്രസരമാണ് അനുഗ്രഹമെന്ന് ആരോ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. സ്ഥാനമാനങ്ങളുടെ അലങ്കാരമാണ് അനുഗ്രഹമെന്ന് ആരോ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. ചുറ്റും നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ പെരുപ്പമാണ് അനുഗ്രഹം എന്ന് ആരോ നമ്മെ അല്ലെങ്കിൽ വശീകരിച്ച് നമ്മെ വഞ്ചിച്ചു കളഞ്ഞു. പക്ഷെ ഇതെല്ലാം വേണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തല്ല. അനുഗ്രഹം എന്നറിയണം. ഇവിടെ യാക്കോബ് നിന്നുകൊണ്ട് ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൻടിൽ യു ബ്ലെസ് മീ എന്ന് പറയുമ്പോൾ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയുമ്പോൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ആടുമാടുകളുടെ ഉടമസ്ഥനാണ് യാക്കോബ്. അപ്പോൾ ആടുമാടുകളുടെ കുറവല്ല യാക്കോബിന്റെ അനുഗ്രഹം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. മക്കളാണ്, 10 മക്കളുള്ള മനുഷ്യനാണ്. തന്റെ മക്കളില്ലായ്മയല്ല താൻ ചോദിക്കുന്ന ഈ അനുഗ്രഹം. ദാസിദാസന്മാർ, എണ്ണിയാൽ ഒടുങ്ങാത്ത ദാസിദാസന്മാരുമായിട്ടാണ് യാക്കോബും കൂട്ടരും അല്ലെങ്കിൽ ഇപ്പോൾ യാബോക്ക് കടവിലായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മനുഷ്യൻ എന്താണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നത്? ഇപ്പൊ ദൈവമക്കളെ ഓർക്കണം, വീടിനും കാറിനും നന്മയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. അതിന് മുമ്പ് സാക്ഷ്യം പറയുന്നുണ്ട്. 31-ാം അധ്യായത്തിന്റെ അവസാനം 32-ന്റെ ആരംഭത്തിലൊക്കെ സാക്ഷ്യം പറയുന്നുണ്ട്. ഞാനൊരു വടിയോട് കൂടിയ യോർദാൻ കടന്നത്, നീ എന്നെ 2 കൂട്ടമാക്കിയിരിക്കുന്നു, ഇതിനൊക്കെ ഞാൻ അപാത്രനത്രേ എന്ന് പറയണമെങ്കിൽ he knows that he is blessed. താൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും തന്റെ മേൽ അനുഗ്രഹം ഉണ്ടെന്നും നല്ല ഉത്തമ ബോധ്യമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ യാബോക്ക് കടവിന്റെ തീരത്തിരുന്നു കൊണ്ട് താൻ ചോദിക്കുന്ന അനുഗ്രഹം എന്താണ്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. അല്ലെങ്കിൽ ഹെബ്രോന്റെ കൂടാരത്തിൽ കണ്ണുമങ്ങിയ അപ്പന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശവും അല്ലെങ്കിൽ പിന്നെ ആദിജാതനുള്ള അനുഗ്രഹവും തട്ടി വാങ്ങിച്ച അനുഗ്രഹം കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, ആടുവളർത്തൽ ബിസിനസ്സിൽ സക്സസ് ആയ ഒരു മനുഷ്യൻ, അനുഗ്രഹത്തിന്റെ കുറുക്കു വഴികൾ നന്നായി അറിയുന്ന ഒരു മനുഷ്യൻ, ചെന്ന അരാമി നാട്ടിലും ബിസിനസ് പച്ചപിടിച്ച ഒരു മനുഷ്യൻ, പിന്നെ ഇവൻ ഏത് അനുഗ്രഹമാണ് ചോദിക്കുന്നത്? അവന് വേണ്ട അനുഗ്രഹം അകന്നുപോയ സഹോദരനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇന്ന് രാവിലെ യാബോക്ക് കടവിൽ എന്നെ അനുഗ്രഹിച്ചേ മതിയാകും. വാരിക്കുട്ടിയ നന്മകളുടെ സമ്പത്ത് എന്റെ ഇടം വലം നിൽക്കുമ്പോൾ, ആരോഗ്യ ദൃഢഗാത്രരായ 10 മക്കൾ ചുറ്റും നിൽക്കുമ്പോൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ആടിന്റെയും മാടിന്റെയും കണക്ക് എന്റെ പക്കലുള്ളപ്പോൾ, വണങ്ങി നിൽക്കുന്ന ദാസിദാസന്മാർ
ഇരുപുറമുള്ളപ്പോഴും അതൊന്നും അനുഗ്രഹമല്ല എന്ന് ആ ഭക്തൻ തിരിച്ചറിഞ്ഞെങ്കിൽ അവൻ അറിയണം, അല്ലല്ല, 20 വർഷം മുമ്പ് മുറിഞ്ഞുപോയ ബന്ധങ്ങൾ എനിക്ക് പുനഃസ്ഥാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിന്റെയും ദൈവിക ഇടപാടലുകളുടെയും കൂടെ നാം തിരിച്ചറിയേണ്ടത്, ദ മോമെന്റ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, the moment you are controlled by the Holy Spirit, the greatest recognition that I need to reconcile with the people where the relationship are broken. എവിടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയോ, എവിടെ നിരപ്പ് ആവശ്യമുണ്ടോ, എവിടെ ഏറ്റുപറച്ചിൽ ആവശ്യമുണ്ടോ എന്ന ഉൾബോധ്യം നമുക്ക് തരുന്നത് ദൈവ സാന്നിധ്യമാണ്. അർത്ഥാൽ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ആരും ചെന്നിട്ട് ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ സഭയിലുള്ളവരോടോ പോയി നിരക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആരുടെയും ദൂത് കേൾക്കണ്ട. അകത്ത് ആത്മാവ് ഞരങ്ങുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വാസം അകത്തുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതൽ ആദ്യമേ ചെയ്യുന്നത് ഭൂമിയിലെ ബന്ധങ്ങൾ, പൊട്ടിപ്പോയ കണ്ണികൾ കൂട്ടിച്ചേർക്കുകയാണ്, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യനാണ് യാക്കോബ്. ദൈവം അന്ന് രാത്രി അവനെ അനുഗ്രഹിച്ചു. കാലുളുക്കേണ്ടി വന്നു. ചിലപ്പം ആത്മീയ ഇടപെടലുകളിൽ വി വിൽ ബി ക്രിപ്പിൾഡ്, മുടന്തു വരും. പക്ഷെ സാരമാകണ്ട, ചിലപ്പോഴൊക്കെ നഷ്ടങ്ങൾ വന്നേക്കാം. മുടന്തുള്ള കാലുകൊണ്ടും അനുഗ്രഹിക്കുന്ന മനുഷ്യനായി മാറി. 33-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് 20 വർഷം മുമ്പുള്ള കാഴ്ചയാണ് യാക്കോബിന്റെ മനസ്സിലുള്ളത്. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു കത്തിയെടുത്ത് കൈ പിടിച്ചുകൊണ്ട്, ഒരു ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് കൊല്ലുമെന്ന് പറയുന്ന ഏശാവാണ്. ഞാൻ അവനെ കൊല്ലും, ഞാൻ അവനെ കൊല്ലും. ഈ ചിത്രം മാത്രമേ യാക്കോബിന്റെ മനസ്സിൽ 20 വർഷമായിട്ടുമുള്ളൂ. 20 വർഷമായിട്ടും ഭയം മാറിയിട്ടില്ല. ഏശാവ് ആളുകളുമായി വരുന്നു എന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ഉള്ളിൽ ഭയമാണ്. കാരണം അന്നത്തെ ഏശാവിനെ യാക്കോബിന് അറിയത്തുള്ളൂ. പക്ഷെ 31-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ പെനിയേൽ കടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു. ആ പദമൊക്കെ നിങ്ങൾക്കറിയാം, അല്ലല്ല. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഏശാവ് വന്ന് കൊല്ലുന്ന ഏശാവല്ല, കെട്ടിപ്പിടിച്ച് തോളിൽ വീണ് ആലിംഗനം ചെയ്യുന്ന ഏശാവിനെയാ യാക്കോബ് കണ്ടത്. ഇതാ യാക്കോബ് ചോദിച്ച അനുഗ്രഹം. സഹോദരനുമായി നിരക്കുന്ന ഒരു ആത്മീയ അനുഗ്രഹമാ നമുക്ക് വേണ്ടത്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഒത്തിരി പ്രസംഗിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും, ലോക പ്രശസ്തരൊന്നും ആയില്ലെങ്കിലും, 4 പേരുടെ മുമ്പിൽ കേമന്മാരുടെ ലിസ്റ്റിലൊന്നും ചെന്നുപെട്ടില്ലെങ്കിലും, രക്തബന്ധങ്ങളുടെ ഇടയിൽ സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിച്ചാൽ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ സൂക്ഷിക്കാൻ പറ്റിയാൽ, നിങ്ങൾ ആത്മാവിൽ നിയുക്തരാണ് എന്ന് നാം ഉറപ്പിച്ചു പറയാൻ പറ്റും. ആത്മബന്ധങ്ങൾ നമ്മിൽ ഉറപ്പുണ്ട് എന്നറിയണം. അപ്പൊ ആദ്യമേ ഞാൻ സഹോദര ബന്ധത്തിലേക്ക് പോയിട്ട് കുടുംബ ബന്ധത്തിലേക്ക് വരാം. നമ്മുടെ ആദ്യമേ ഞാൻ സോഷ്യൽ സാമൂഹിക, കാരണം അത് കുറച്ചു നേരം പറഞ്ഞാൽ മതി, മറ്റത് അല്പം കൂടെ എനിക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. സഹോദര ബന്ധങ്ങൾ ദൈവമക്കളെ ഉറപ്പിക്കണം. ഒരു സഭയിലേക്ക് കൂടി നടക്കുമ്പോൾ ഏറ്റക്കുറച്ചിൽ കണ്ടേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. കാരണം ഒരു വീട്ടിലല്ലോ, ഇന്നലെ ഓർപ്പിച്ച കണക്ക് എല്ലാവർക്കും ഒരേ ഫുഡൊന്നും ഇഷ്ടമൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്ക് 5 ഫുഡാണ് ഇഷ്ടം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഒരു വീട്ടിൽ ഇന്ന് വരെ നിങ്ങൾ സ്വസ്ഥമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ആഹാരമൊന്നും ആരും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പിണക്കണ്ടെന്നൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സഭയിൽ വരുമ്പോൾ അങ്ങനെയാണ് എപ്പോഴും. എല്ലാവർക്കും ഇഷ്ടം. ഒരാൾക്ക് 2 പാട്ട് ഇഷ്ടം, ഒരാൾക്ക് 1 പാട്ടായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് നല്ല നീട്ടി പ്രാർത്ഥിക്കുന്ന ഇഷ്ടം, വേറൊരാൾക്ക് ചുരുക്കി പ്രാർത്ഥിക്കുന്ന ഇഷ്ടം, ഒരാൾക്ക് പ്രസംഗം ഇഷ്ടം, ഒരാൾക്ക് സങ്കീർത്തന വായന ഇഷ്ടം. പല ടേസ്റ്റ് ആൾക്കാർക്ക്, നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കുടക്കീഴി കൊണ്ടുവന്നിട്ട് ദേവദാസൻ പറയും, നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പാട്ട് പാടാം. അപ്പൊ എല്ലാവരോടും ചേർന്നങ്ങ് പാട്ട് പാടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ പാട്ട് പാടാൻ പറഞ്ഞാൽ എങ്ങനെ സഹായം നടക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും ചേർത്ത് 2 പേര് ഇന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പം 2 പേര് പ്രാർത്ഥിച്ചു. അല്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ സഹായം നടക്കത്തില്ല. എല്ലാവരും കൂടെ ഇന്ന് എല്ലാവരും പ്രസംഗിക്കാൻ അറിയുന്നവരാ, എല്ലാവരും കൂടെ പ്രസംഗിക്കാന്ന് പറഞ്ഞാലോ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. അല്ലാതെ സഹോദരിമാരെ അടിച്ചൊതുക്കി മാറ്റി നിർത്തിയൊന്നുമല്ല. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് 2 കർട്ടൻ അപ്പുറത്തിരുന്നുകൊണ്ട് സഹോദരന്മാര്, ഇങ്ങനെയാണല്ലോ യഹൂദന്മാരുടെ ചരിത്രം. ഇപ്പുറത്തെ സഹോദരിമാര്. ഇവിടെ പൗലോസ് ഇന്നത്തെ പോലെ മൈക്രോഫോൺ വെച്ച് അലറിക്കൂവിയൊന്നല്ല പ്രസംഗിക്കുന്നത്, പറയുന്നത് മനസ്സിലാകുന്നില്ല. അപ്പൊ സഹോദരിമാർ അവിടെ ചോദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ പാസ്റ്റർ എന്താ പറഞ്ഞത്, ആ വാക്യത്തിന്റെ ഇങ്ങനെ ഭാഗം എന്നതാ, ഈ പോയിന്റ് എന്താ? അപ്പൊ പറഞ്ഞ് സംശയമുള്ള, അടുത്ത വാക്യം അങ്ങനെയല്ലേ പറയുന്നത്, സംശയമുള്ളവർ വീട്ടിൽ ചെന്നിട്ട് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ. ഇപ്പൊ പ്രസംഗം കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. അതിന്റെ അർത്ഥം കൊണ്ട് വ്യാഖ്യാനിച്ചിട്ട് സഭയിലൊന്നും സ്ത്രീകളെ അടുപ്പിച്ചു പോകരുത്, വാ മൂടി കെട്ടിക്കോണം എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങളൊക്കെ അവിടുന്ന് സ്ഥാപിക്കപ്പെട്ടതാണ്. അല്ലല്ലേ? ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയല്ല, അല്ല, പുരുഷന്മാരുടെ തലയ്ക്ക് താഴെയുള്ള എല്ലാ ശുശ്രൂഷയും സ്ത്രീകൾക്ക് ബാധകമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ മേൽ കൈവെക്കുന്ന, പുരുഷന്മാരുടെ മേൽ കൈവെക്കുന്ന
ആത്മീയ അധികാരം ഒഴിച്ചു ബാക്കിയല്ല. പ്രസംഗിക്കാം, പാടാം, പ്രവചിക്കാം, മറ്റുള്ളവർ. അപ്പോൾ പാസ്റ്റർ എന്നൊരു കാറ്റഗറി വരുന്നുണ്ട്. ഇടയന്റെ താഴെയുള്ള എല്ലാ ശുശ്രൂഷകളും സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും. ഒരു സഭയുടെ ഇടയനായിട്ടോ മറ്റുള്ളവരെ ഓർഡൈൻ ചെയ്യുന്ന, പുരുഷന്മാരുടെ തലയിൽ കൈവെക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് താഴെയുള്ള എല്ലാ ശുശ്രൂഷയും സ്ത്രീകൾക്കും ബാധകമാണ്. പ്രസംഗിക്കാം, പാടാം, പ്രാർത്ഥിക്കാം, അല്ലെ പ്രവചിക്കാം, എല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആ ഭാഗം കൂടി. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ നാം പുനഃസ്ഥാപിക്കപ്പെടണം. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം. മോശയ്ക്ക് ലഭിച്ച വലിയൊരു വെളിപ്പാട് അതായിരുന്നു. 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. എന്തായിരുന്നു? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ നാം അതാണ് കാണുന്നത്. പുറപ്പാട് 2:11 ഒന്ന് വേണേ ഒന്ന് നോക്കിയാട്ടെ. പുറപ്പാട് 2:11 വാക്യം ഒന്ന് വായിച്ചു. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. അല്ലല്ല, ഇതാണ് നമ്മൾ മുതിർന്നു എന്നതിന്റെ തെളിവ് എന്താണ്? നിങ്ങൾ വളർന്നതിന്റെ തെളിവ് എന്താണ്? ക്രൈസ്തവ തല നരച്ചതാണോ ഞാൻ വളർന്നതിന്റെ തെളിവ്? എന്റെ പേരിന്റെ ഇടത്ത് അല്ലെങ്കിൽ പാസ്റ്റർ ഒന്നും വലത്ത് കുറെ ഡിഗ്രി ഉള്ളതാണോ ഞാൻ പക്വത പ്രാപിച്ചതിന്റെ തെളിവ്? നിങ്ങളൊക്കെ 45 വർഷം സഭയിൽ ആരാധിച്ചു എന്നതാണോ നിങ്ങൾ വളർന്നതിന്റെ തെളിവ്? അല്ലല്ല, പണ്ടും എനിക്കൊരു ആട്ടുകല്ല് പൊക്കാൻ പറ്റത്തില്ല, ഇപ്പോഴും ഒരു ആട്ടുകല്ല് പൊക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്റെ ആരോഗ്യത്തിനൊരു കുറവില്ലെന്ന് നമ്മൾ പറഞ്ഞ് തീരുമാനിക്കുന്നതാണോ നമ്മുടെ മുതിർന്ന അവസ്ഥ? 4 പേർ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഇതാണോ നമ്മൾ മുതിർന്നത്? സ്പിരിച്വൽ മറ്റ്യൂരിറ്റി, ആത്മീയ പക്വതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം ഇതാണ്. താൻ മുതിർന്ന ശേഷം വായിച്ചു. അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരെ കൊട്ടാരത്തിൽ വളരുമ്പോഴും തന്റെ സഹോദരന്മാർ ആരാണെന്നുള്ള കാഴ്ചപ്പാടുള്ളവനാ മുതിർന്നവർ. അൺലെസ് ആൻഡ് അൺടിൽ യു ഫൈൻഡ് ഹൂ ഇസ് ബ്രദറൻ, അല്ലല്ല, ആരാണ് സഹോദരൻ എന്ന കാഴ്ചപ്പാടില്ലെങ്കിൽ നമ്മൾ ഇന്നും വളർന്നിട്ടൊന്നുമില്ല കേട്ടോ. കൂടെ ആരാധിക്കുന്നവനെ കൂട്ടു സഹോദരൻ എന്ന് വിളിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിറത്തിന്റെയും നീളത്തിന്റെയും വലിയ അളവ് വെച്ചും സാമ്പത്തിക ഏറ്റക്കുറച്ചിൽ വെച്ചും കുടുംബ പശ്ചാത്തലം വെച്ചാണ് നാം മനുഷ്യരെ കാണുന്നെങ്കിൽ നാം ഇന്നും മുതിർന്നിട്ടില്ല. കൊട്ടാരത്തിലെ ആഡംബരത്തിന്റെ ഉച്ചകോടി നിൽക്കുമ്പോഴും, മിസ്രയീമിലെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന ഓമനപ്പേരിൽ വിളിക്കപ്പെടുമ്പോഴും, തന്റെ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ കൂട്ടുബന്ധങ്ങൾ ഉറപ്പിക്കുന്നതായിരിക്കുന്നു. അമ്മ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അമ്മ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാം, അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ലല്ലോ. അത് എബ്രായലേഖനം 11:23 വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടി വരും. വിശ്വാസത്താൽ മോശയുടെ മാതാപിതാക്കൾ രാജാവിന്റെ കോപം ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസത്തിന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. അപ്പൊ മോശയ്ക്ക് ബോധ്യം വന്നു. ഇത് തന്നെ എടുത്താണ് സ്തേഫാനാസ് തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലത്തിൽ 7-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിക്കുമ്പോൾ, അക്കാലത്ത് മോശ മുതിർന്ന ശേഷം തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. നമ്മുടെ സഹോദരന്മാർ ആരാണെന്നുള്ള ഒരു വലിയ ആകാംക്ഷ ഉണ്ടായിരിക്കണം. എന്റെ സഹോദരനെ കാണാഞ്ഞിട്ട് എപ്പഫ്രാത്തസിനെയും തീത്തോസിനെയൊക്കെ കാണാഞ്ഞപ്പോൾ പൗലോസിന്റെ മനസ്സിൽ ഒരു ദുഃഖം ഉണ്ടായതുപോലെ, വെള്ളിയാഴ്ച ഒരുമിച്ച് വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് അല്ലെ പകല് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ കൂടെ ആരാധിക്കുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. എന്തുകൊണ്ട് ആ സഹോദരൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ? എല്ലാവരെയും പരിചയപ്പെടാൻ പാടാണ്. സ്തോത്രം. പാസ്റ്റർമാരെന്ന നിലയിൽ ഞങ്ങള് സഭയിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും മിക്കവാറും എല്ലാവരും നമുക്കറിയാം. ജനിക്കുന്ന കൊച്ചു തൊട്ട് എല്ലാവരെയും അറിയാം. ഈസി വേ ആണ്. ആഴ്ചയിൽ ഒരു 10 പേരുടെ പേര് വെച്ച് പ്രാർത്ഥിച്ചാൽ 1 മാസം കൊണ്ട് സഭയിലുള്ള എല്ലാവരുടെയും പേര് വിളിക്കാം. 10 പേരുടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു ഓർമ്മ കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തിമോഥെയോസിനെ കുറിച്ച് പറഞ്ഞ എന്താ? ഞാൻ നിന്നെ കുറിച്ച് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുനീർ എനിക്ക് ഓർമ്മ വരുന്നു. ഇങ്ങനെ നമ്മൾ ആൾക്കാരെ ഓർക്കുന്നു. അല്ലാതെ നമുക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റത്തില്ല. വീട്ടിൽ പോയി കുറച്ച് ആഹാരം കഴിച്ചാൽ കുറച്ചു നേരമൊക്കെ ഓർത്തിരിക്കത്തുള്ളൂ. നല്ലപോലെ ഓർക്കണം എന്നുണ്ടെങ്കിൽ കീപ് ഓൺ പ്രേയിങ് ഫോർ ദ പീപ്പിൾ. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിൽ അത് പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവരുടെ മുഖം ഓർമ്മ വരും. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സഹോദരന്മാർ ആരാണെന്നുള്ള വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. ബ്രദേഴ്സ്, സഹോദര ബന്ധം, സാഹോദരിക ബന്ധം, അല്ലെങ്കിൽ സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്നല്ലേ വചനത്തിന്റെ വെളിപ്പാട്. അപ്പൊ ദൈവമക്കളെ, അന്യോന്യം ഈ സാഹോദര്യ ബന്ധം കാത്തു പരിപാൽ, മാനുഷിക ബന്ധങ്ങളും കടപ്പാടുകൾക്കും നാം മുൻതൂക്കം കൊടുക്കേണ്ട കാലഘട്ടം. ഇത് ആത്മനിറവിലേ പറ്റത്തുള്ളൂ. ഒരേ ആത്മാവിലുള്ളവർ, നിങ്ങൾ ഒരേ വലിയ മേഘത്തിന് കീഴെ സഞ്ചരിച്ചു, ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ പാനീയം കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ബന്ധത്തിന്റെ ഊഷ്മളത നാം തിരിച്ചറിയണം. അപ്പൊ ദൈവസഭയുടെ കെട്ടുറപ്പിന്റെ ലക്ഷണം സംഘടനകൾ ചിതലിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇവൻ എന്റെ സഹോദരനാണ് എന്ന ബോധ്യം ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് കൂട്ടു സഹോദര വിരോധമായി അബോധം പറയുന്നത്?
സ്വന്തം രക്തബന്ധം അല്ലെങ്കിൽ കാത്തു പരിപാലിക്കണം. യേശുവിന്റെ രക്തത്തിന്റെ ഭാഗമാണ് ഞാൻ, യേശുവിന്റെ ശരീരമായ സഭയുടെ അംഗമാണ് ഞാൻ എന്ന വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിൽ നീ നിന്റെ കൂട്ടുകാരന് വിരോധമായി ഇരുന്ന് അപവാദം പറയുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് നീ അസംബന്ധം പറയുന്നു എന്നൊക്കെ ദൈവാത്മാവ് നമ്മളെ കുറ്റം വിധിക്കുന്നതിന്റെ കാരണം നാം ബന്ധങ്ങളെ കുറിച്ചുള്ള വില മറന്നുപോകുന്നതുകൊണ്ടാണ്. ദൈവമക്കളെ, ആത്മനിറവിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കണം. സ്തോത്രം. ദൈവ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അല്ല, ഒരുവൻ ഒരുവനേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണണം. ശിഷ്യന്മാരുടെ ഇടയിലും വഴക്ക് അത് തന്നെ ആയിരുന്നല്ലോ. ഞങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള വലിയ ബഹളമാണ്. 12 പേരോട് കൂടിക്കഴിഞ്ഞ ആദ്യത്തെ ഡിസ്കഷൻ ഇതാണ്, ഹൂ ഈസ് ഗ്രേറ്റസ്റ്റ് എമംഗ് അസ്. പത്രോസ് പറയുന്നു ഞാനാണ്, യോഹന്നാൻ പറഞ്ഞു ഞാനാണ്. അവർ തമ്മിൽ വാലുണ്ടാക്കി. യേശു പറഞ്ഞു നിങ്ങൾ ആരും വലിയവരല്ല, ഞാനാണ് ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞ് യേശു ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി. അങ്ങനെ യേശു തന്റെ ദാസരൂപം തെളിയിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് മനസ്സിലായി, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. നിങ്ങളിൽ യജമാനനാവാൻ ഇച്ഛിക്കുന്നവൻ ശിഷ്യന്റെ സ്വഭാവത്തിലേക്ക് വരണം. അതുകൊണ്ട് സ്ഥാനം മാറിയെന്നോ പൊസിഷൻ മാറിയെന്നോ ഒന്നുമില്ല. പ്രൈസ്ലി അമേരിക്കൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ ദുബായിയുടെ ഷെയ്ക്കോ അല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഒരു പാവപ്പെട്ടവന്റെ കാല് കഴുകിയാൽ ഉടനെ അവരുടെ സ്ഥാനം ഒന്നും പോകത്തില്ലല്ലോ. സ്ഥാനം നിലനിർത്തിക്കൊണ്ട് വിനയം പാലിക്കണം. നമ്മുടെ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ആത്മീയം വെളിപ്പെടുത്തണം. ഇതൊക്കെ നമുക്കുള്ളതാണ്. അപ്പൊ ദൈവമക്കൾ എന്ന നാം അന്യോന്യം ദൈവഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. അപ്പൊ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടല്ലേ, ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് അന്യോന്യം ബഹുമാനിക്കാൻ കഴിയാത്തത്? സാഹോദര്യമാണ്. ഒന്നാമത് നാം കാത്തു പരിപാലിക്കേണ്ടത് സാഹോദരിക ബന്ധമാണ്. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ദാസ മനോഭാവം, അതാ ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ. കെനോസിസ് തിയറി എന്ന് പറയുന്ന ഒരു വലിയ സിദ്ധാന്തമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 തൊട്ട് ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ വിളങ്ങി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മാറുന്ന, വിധേയപ്പെടുന്ന ക്രിസ്തുവിലുള്ള താഴ്മയുടെ ഭാവം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അവിടെ ഒരു വലിയ പ്രസിദ്ധമായ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാം, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. അയച്ചിട്ടുണ്ടോ ആ വാക്യം? നിന്റെ സൗമ്യത എന്നെ, നിങ്ങളൊന്ന് അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് നിന്റെ സൗമ്യത, അല്ലെങ്കിൽ ദൈവം സൗമ്യത കാണിച്ചെന്ന് പറഞ്ഞാൽ പാപിയായ എനിക്ക് വേണ്ടി ദൈവം, ദാവീദ് പറയുന്ന ഒരു പദമാണ്, യുവർ ജെന്റിൽനെസ് ദാറ്റ് മേഡ് മീ ഗ്രേറ്റ് എന്ന. നിന്റെ സൗമ്യത എന്തായിരുന്നു? ദൈവത്തിന്റെ സൗമ്യത. എന്താണ് സൗമ്യത എന്ന് പറഞ്ഞത്? ഞാൻ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിന്റെ മനസ്സിൽ കയറി വന്നത് പറയാണ്. ദൈവത്തിന്റെ സൗമ്യത എന്താണ്? യേശുവിന്റെ സൗമ്യത നമ്മൾ കണ്ടു. ദൈവത്തിന്റെ സൗമ്യത എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ദൈവം കാണിച്ച ദീർഘക്ഷമയാ ദൈവത്തിന്റെ സൗമ്യത. എന്നെ തള്ളിക്കളയാതെ, എന്നെ നിഷ്കരണം പുറത്താക്കാതെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം നിശ്ചയമെന്നുള്ള ന്യായപ്രമാണത്തിന്റെ കയ്യൊപ്പ് അവിടെ കിടക്കുമ്പോൾ, മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് നീതി വിധി എഴുതിയിരിക്കുമ്പോൾ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നുള്ള ദൈവത്തിന്റെ നീതി അവിടെ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സൗമ്യത, ദീർഘക്ഷമ, അല്ലെ എനിക്ക് വേണ്ടി കാത്തിരുന്നു. പാപത്തിന്റെ കുഴിയിൽ നിന്ന്, ആഴമുള്ള കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. അതിന്റെ തെളിവായതുകൊണ്ടാ സങ്കീർത്തനക്കാരനായ ദാവീദ് അങ്ങനെ പ്രസംഗിച്ചത്, അങ്ങനെ എഴുതിയത്, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. 40-ാം സങ്കീർത്തനം ആ ചിത്രമാ തരുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടിട്ട് ഞാൻ കിടന്ന ആഴമുള്ള കുഴി, കുഴഞ്ഞ ചേറ്, പാപത്തിന്റെ ഗന്ധം ചേർന്ന് തന്നെ ഉയർത്തിയത്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശുവിനെയാണ്, ദൈവത്തെയാണ് ദാവീദ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അത് അവന്റെ ജീവിതം കൊണ്ട് തന്നെ പറഞ്ഞത്, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. കേവലം ഞാനൊരു ആട്ടിടയനായിരുന്നു. അപ്പന്റെ നോട്ടത്തിൽ, അമ്മയുടെ നോട്ടത്തിൽ ചെറിയ ആടുകളെ മേയ്ക്കുവാൻ മാത്രമുള്ള പ്രാപ്തിയോ പ്രാഗൽഭ്യമോ എനിക്കുള്ളൂ. എന്റെ സഹോദരന്മാരുടെ നോട്ടത്തിൽ ഒരു പടയ്ക്ക് പോകാനുള്ള കഴിവില്ല. കാരണം ശൗലിന്റെ പടയങ്കി ധരിച്ചിരിക്കുന്നത് മൂത്ത സഹോദരൻ. അവിടെ ഗോലിയാത്തുമുള്ള യുദ്ധത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് അവിടെ ചെല്ലുമ്പോൾ, നീ എന്ത് കാണാൻ ഇവിടെ വന്നത്? ഞങ്ങൾക്കറിയാം നിന്റെ സ്വഭാവം, നീ ആടിനെ 6 എടുക്ക കൊന്നിട്ട് വന്നു, കൊടുത്തു വിട്ടിട്ട് വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ ഇരിക്കുന്ന ദാവീദിന് അപ്പൻ വെച്ച അതിര്, ഇതിനപ്പുറത്ത് അവൻ വളരത്തില്ല. അമ്മ വെച്ച ദണ്ണ്, ഇതിനപ്പുറത്ത് ദാവീദിന് വളർച്ചയില്ല. സഹോദരന്മാർ വരച്ച വര, ഒരു ലിമിറ്റേഷൻ, ഇതിനപ്പുറത്തില്ല. ഒരു ആട്ടിടയനായ ആയുസ് പര്യന്തം കാടും വീടുമായി മാത്രം ഒതുങ്ങിക്കൂടുമെന്ന് എഴുതി വെച്ച പ്രമാണത്തിലാണ്
ദൈവത്തിന്റെ സൗമ്യത ദാവീദിനെ അതിരുകൾ പൊട്ടിച്ച്, അതിർവരമ്പുകൾ പൊട്ടിച്ച്, സഹോദരന്മാരുടെ ചിന്തകൾക്കപ്പുറത്ത്, മാതാപിതാക്കളുടെ കണക്കൂട്ടുകൾക്കപ്പുറത്ത് ഒരു ഉയർച്ച ഉണ്ടാക്കിയതിന്റെ കാരണം ദൈവത്തിന്റെ സൗമ്യതയാണ്. എന്താണ് ആ സൗമ്യത എന്ന് ചോദിച്ചാൽ, 1 ശമൂവേൽ 16-ാം അധ്യായത്തില് ഒരു അഭിഷേകത്തിന് വേണ്ടി ശമൂവേൽ ദാവീദിന്റെ വീട്ടിൽ ഇശായുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നിങ്ങൾക്കറിയാം, ഞാൻ ആ സംഭവം വിശദീകരിച്ച് സമയം കളയുന്നില്ല. അവിടെ വരുമ്പോൾ അവിടെ അഭിഷേകത്തിന് റെഡിയാണ്. പട്ടണത്തിലെ മൂപ്പന്മാർ, നമ്മുടെ സഭയിൽ പറഞ്ഞ സഭയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ അപ്പുറത്തല്ലേ നമ്മൾ എല്ലാം, ഞാൻ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാണ്. ഇത് കഴിഞ്ഞ ഉടനെ സദ്യക്കുള്ള വട്ടങ്ങളെല്ലാം കൂട്ടിയിട്ട് ചോറും കറിയും സാമ്പാറും ഒക്കെ തിളച്ച് ഇങ്ങനെ ചൂടോടെ വിളമ്പിയാൽ മതി. മീറ്റിംഗ് കഴിയുന്ന ഉടനെ കൈ കഴുകണം, പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിക്കണം. ഈ രീതിയിലാണ് അവിടുത്തെ സിസ്റ്റം. 1 ശമൂവേൽ 16-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ അഭിഷേകത്തിന്റെ സമയമായി, അല്ലെങ്കിൽ തൈലക്കൊമ്പിൽ അഭിഷേക തൈലം ഊറ്റുവാൻ ശമൂവേൽ എന്ന പ്രവാചകൻ നിയോഗത്താൽ എഴുന്നേൽക്കുമ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ഏലിയാബിനെയും അഭിനാദാവിനെയും ശമ്മയും കാണുമ്പോൾ ഇവരാണോ അഭിഷിക്തരെന്ന തെറ്റിദ്ധാരണ തനിക്കുണ്ടായി. പൊക്കവും വണ്ണവും അവരുടെ ആഡംബരവും കോമളത്വവും ഒക്കെ കണ്ടപ്പോൾ പ്രവാചകന്റെ പോലും മുഖം മങ്ങിപ്പോയി, കണ്ണുകൾ മങ്ങിപ്പോയി. പക്ഷെ ദൈവം പറഞ്ഞു, ഇവരെ ആരും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. നമ്മുടെ ചിന്ത അതല്ല. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 ശമൂവേൽ 16-ന്റെ 10 വന്ന എന്നിട്ട് ഇശ്ശായി 7 പുത്രന്മാരെയും ശമൂവേലിന്റെ മുമ്പിൽ വരുത്തിയെന്നാണ്. ദാറ്റ് മീൻസ് ജോലിയുള്ളവനെ ജോലി ലീവ് എടുത്ത്, അല്ലെങ്കിൽ ബിസിനസ് ഉള്ളവനെ ലീവ് എടുത്ത് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുളിപ്പിച്ചൊരുക്കി ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിച്ച് രാജാവാക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുക. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, ഇവരെ ആരെയും വേണ്ട. എന്നിട്ടും അപ്പൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു മകനുണ്ടെന്ന്, അമ്മ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു ഇളയ മകനുണ്ടെന്ന്, 7 ജ്യേഷ്ഠന്മാരും പറയുന്നില്ല ഞങ്ങൾക്കൊരു കുഞ്ഞനിയനുണ്ടെന്ന്, സഹോദരിമാരാരും പറയുന്നില്ല ഈ വീട്ടിൽ ഒരു മകനുണ്ടെന്ന്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മൂപ്പന്മാരാരും പറയുന്നില്ല ഇവിടെ ഒരു മകനും കൂടെ ഉണ്ടെന്ന്. അഭിഷേക തൈലം കയ്യിൽ നിൽക്കുന്നു, പ്രവാചകൻ പകച്ചു നിൽക്കുന്നു. ഒരു ചോദ്യം, വിസിറ്റിംഗ് പാസ് അങ്ങോട്ട് കയറി ചോദിക്കുന്നു, നിന്റെ പുത്രന്മാരെല്ലാവരും ആയോന്ന്. ആലോചിച്ച് നോക്കിയാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും എത്ര മക്കളുണ്ട്, എല്ലാവരും 7 മക്കൾ, സന്തോഷം. പക്ഷേ പിന്നെ ഞാൻ ചോദിക്കുമോ 7 ഉള്ളോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നതെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ അങ്ങോട്ട് കയറി ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞ് ഒരുവനുണ്ട്, ഇളയവൻ ഒരുവനുണ്ട്. ഞങ്ങൾ ആരും അധികം ഗണിക്കാത്ത, ഗൗനിക്കാത്ത, വിലയിടാത്ത ഇവിടെ ഒരു ആഘോഷം ഉണ്ടായിട്ടും ഇന്ന് രാവിലെയും അവനെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്താത്തതിന്റെ കാരണം അവന് വേണ്ടി ഇത് ഉള്ളതല്ല എന്ന ഒരു അവബോധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സഹോദരന്മാരും ഞങ്ങളുടെ പള്ളിക്കാർ പോലും പറഞ്ഞില്ലല്ലോ അവനെ കൂടെ കൊണ്ടിരുത്തുന്ന. കാരണം കണ്ടുവന്ന സാഹചര്യം വെച്ചും അവൻ അതിനുള്ള പ്രായവും പക്വതയും ഒന്നും ആയിട്ടില്ല. അവൻ കാട്ടിലിരിക്കട്ടെ, അവൻ ആടിനെ മേയ്ക്കട്ടെ, അവന്റെ തൊഴിൽ നടക്കട്ടെ. പക്ഷെ അന്ന് ശമൂവേൽ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. പ്രവാചകൻ പറയുന്നത് ദൈവത്തിന്റെ ഭാഷയാണല്ലോ. അവൻ വന്നിട്ടല്ല, കാട്ടിലേക്ക് ആളയക്കുക. ഇന്നത്തെ പോലെ GPS ഇല്ല, എവിടാന്നറിയത്തില്ല. ജോസഫിന്റെ ഒക്കെ ചരിത്രം വെച്ച് പഠിച്ചാൽ ശേഖേമിൽ ചെല്ലുമ്പോൾ അറിയുന്നത് ദോതാനി പോയെന്ന്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ആടിനെ എവിടൊക്കെ കൊണ്ടുപോയി എവിടൊക്കെയാ മേയ്ക്കുന്നത് ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു കാലഘട്ടം. അപ്പൊ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് കമ്മ്യൂണിക്കേഷന് ഫോണില്ല, അല്ലെങ്കിൽ പറയാൻ ആരുമില്ല, കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല. അപ്പൊ ബേത്ലഹേമിൽ നിന്ന് ഇവൻ ആട് മേയ്ക്കുന്ന കാട്ടിലേക്ക് ആള് പോകണം, ഇവനെ കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ട് തിരിച്ചു അവനെ കൊണ്ട് വരണം. ഇത്രയും സംഭവം നടക്കണമെങ്കിൽ എത്ര സമയം വേണമെന്ന് ഏകദേശം നിങ്ങൾക്കൊന്ന് ആലോചിക്കും. നല്ല തിരക്കുള്ള സമയത്ത് ഷാർജയിൽ നിന്ന് ദുബായ് വരെ പോകുന്ന പാട് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് അവൻ വന്നിട്ടല്ലാതെ. ഇതാ ദൈവത്തിന്റെ സൗമ്യത എന്ന് പറയുന്നത്. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. സ്തോത്രം. അവൻ വന്നിട്ടല്ലാതെ. അവിടെ വെച്ചു വിളമ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ ആഹാരമല്ല എന്റെ വലിയ വിഷയം. അവിടെ തിളയ്ക്കുന്ന ഡിഷ് അല്ല എന്റെ വിഷയം. കൂടിയിരിക്കുന്ന മൂപ്പന്മാരുടെ സ്കെഡ്യൂൾ അല്ല എന്റെ വിഷയം. അവിടെ ഇരിക്കുന്ന അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും നിലപാടല്ല എന്റെ വിഷയം. എനിക്ക് വേണ്ട ഒരുവൻ കാട്ടിലാണെങ്കിൽ അവൻ വന്ന് എന്റെ നിയോഗം ഏറ്റെടുക്കുന്നത് വരെ കാത്തിരിപ്പാൻ ദൈവം തയ്യാറായി. അതാണ് സൗമ്യത. അതെ, നഷ്ടപ്പെട്ടു പോയ കാട്ടിലെ ആടായ, പാപത്തിൽ പിറന്ന, ശാപത്തിൽ പിറന്ന കുടുംബത്തിലെ അംഗമായ, ഈ ലോകത്തിൽ ഒരു യോഗ്യതയുമില്ലായിരുന്ന, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യനായിരുന്ന പരദേശിയ ഞാൻ കൃപയിലേക്ക് വരാൻ വേണ്ടി എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിന്റെ പേരാ സൗമ്യത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ യഹോവയ്ക്ക് വേണ്ടി കാത്തുകാത്തിരിക്കും. എത്ര ദിവസം വേണേലും എന്റെ തിടുക്കവും എന്റെ ധൃതിയും എന്റെ ആകാംക്ഷയും ആശങ്കയും ഒക്കെ മാറ്റിവെച്ചിട്ട് ഐ ആം റെഡി ടു പേഷ്യന്റ്ലി വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. ആത്മനിറവുള്ളവർക്ക് മാത്രമേ ഈ വെളിപ്പാട് കിട്ടത്തുള്ളൂ. ഒരു സഹോദരൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവനെ മടക്കി കൊണ്ടുവരുവാൻ ക്ഷമ കാണിക്കണം ആത്മനിറവിലുള്ളവർ. അതാണ് യേശു കൊടുത്ത പാഠം. സഹോദരൻ നിന്നോട് പിഴച്ചാൽ
നീയും അവനും മാത്രം ഉള്ളപ്പോൾ പോയി കാര്യം പരിഹരിക്കാം. ഇല്ല, അവൻ നിന്നെ കൂട്ടാക്കുന്നില്ല, തിരിച്ചു വന്നിട്ട് സഭയിലുള്ള രണ്ടുപേരെയും കൊണ്ട് വിളിച്ചോണ്ട് പോകും. അവരും ചെന്നിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അവനെ അങ്ങ് മാറ്റി നിർത്തിയേക്കാം. നിങ്ങൾ ചെയ്തോ, ഈ പ്രോസസ് ചെയ്തോ, ഉടനെ ചാടിക്കയറി കോർട്ടിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തില്ലേ? അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരു മേശയ്ക്ക് അപ്പുറത്ത് ചുറ്റും ഇരുന്നു കൊണ്ട് പറഞ്ഞു തീർക്കാനുണ്ടാകുന്ന എത്രയോ വിഷയങ്ങളാണ് അന്യന്റെ അതിരത്തിലെ ആക്ഷേപം കേൾക്കേണ്ടതിന് നാം ലോകത്തിലേക്ക് ഇറക്കി കൊണ്ടുപോയത്. അതെ, ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു വരുന്ന ദൂത് ഒരു വ്യക്തിപരമായ വിഷയമല്ല, ഒരു സമൂഹത്തിന്റെ ചിത്രം കാഴ്ചവെച്ചുകൊണ്ട് ആത്മനിറവിലെ ജീവിതം എന്ന് പറയുന്നത് സാഹോദര്യ ബന്ധങ്ങൾ ഒരു അരക്കിട്ടുറപ്പിക്കുന്ന, അന്യോന്യം ദൈവഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. ഒന്ന്, രക്തബന്ധങ്ങൾ, മാംസബന്ധങ്ങൾ ഉള്ള ബന്ധങ്ങൾ ഉറപ്പിക്കണം. സാഹോദരിക സ്നേഹബന്ധങ്ങൾ നമ്മൾ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. എഫേസ്യർ 4:1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ആരംഭത്തിൽ വായിച്ചെങ്കിലും അതിലൊരു വാക്യം ഇങ്ങനെയുണ്ട്. 4:3 വാക്യം വേണേ വായിച്ചു. എഫേസ്യർ 4:3 വാക്യം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മനിറവിന്റെ പ്രത്യേകത, ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാനുള്ള ഉത്സാഹമാണ്. ഒരു പ്രശ്ന പരിഹാരത്തിന്, if there is a conflict, I will be the first person getting into that to solve it. ആ പ്രശ്നം പരിഹരിക്കുവാൻ ആദ്യമേ ഞാൻ ഇറങ്ങി പുറപ്പെടും. കാരണം ഞാൻ ആത്മനിറവുള്ളവന്, ഞാൻ കൃപ പ്രാപിച്ചവനാ എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അവിടുന്ന് മാറി കുടുംബ ബന്ധത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇനിയും കുടുംബ ബന്ധത്തെ കുറിച്ചാണ് ഞാൻ ചില സമയങ്ങൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21 വാക്യം വായിച്ചു നിർത്തി 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസി നമുക്കായി വായിക്കുന്നതായിരിക്കും. എഫേസ്യർ 5:22 മുതൽ 28 വരെ. ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് വായിക്കേണ്ടി വരുമായിരിക്കും, പക്ഷെ ഇപ്പൊ നമുക്ക് സമയമില്ല എല്ലാം വായിക്കും. ഇനിയുള്ള വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കുറിച്ചെടുക്കാൻ പറ്റും. കുടുംബ ബന്ധങ്ങൾ സുഗമമായി സൂക്ഷിക്കുന്നത് ആത്മീയ ബന്ധത്തിലാണ്. ആത്മാവിൽ നിറഞ്ഞവർക്ക് മാത്രമേ, ആത്മനിയന്ത്രണമുള്ളവർക്ക് മാത്രമേ, കഴിഞ്ഞ 5 ദിവസം നാം പഠിച്ച പാഠങ്ങൾ ഓർക്കണം. അതരത്തെ നിയന്ത്രിച്ച്, കണ്ണുകളെ നിയന്ത്രിച്ച്, ശരീരത്തെ നിയന്ത്രിച്ച്, ഹൃദയത്തെ നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ സത്യത്തിൽ സ്തോത്രമല്ലിയ ജീവിതയാത്രയിൽ കുടുംബ ബന്ധങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ക്യാൻസറിന്റെ ഒരു കാലഘട്ടമായി, എവിടെ നോക്കിയാലും ക്യാൻസർ ആണ്, എവിടെ നോക്കിയാലും മനുഷ്യൻ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മെഡിക്കൽ ഫീൽഡിൽ എൻ്റെ കൂടെ ഒത്തിരി ഡോക്ടർമാരെ ചർച്ചിലുണ്ട്. എൻ്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത ഞാൻ പങ്കുവെച്ചു. കാരണം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും രോഗം വരും. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ഈ 54 വയസ്സിനിടെ കേട്ടിട്ടില്ല ഹാർട്ടിന് ക്യാൻസർ വന്ന ആരെ കുറിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഹാർട്ട് ക്യാൻസർ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കേട്ടില്ല. എല്ലാ ഇന്റേണൽ ഓർഗൻസിന് എല്ലാം ക്യാൻസർ വന്നിട്ടുണ്ട്. ത്വക്കിന്, സ്കിന്നിന് വരെ ക്യാൻസർ ഉണ്ട്, കണ്ണിന് വരെ ഉണ്ട്. ഹാർട്ടിന് മാത്രം ഇതുവരെ ക്യാൻസർ വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ തല പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തായിരിക്കും കാരണം. ബാക്കി എല്ലാ അവയവങ്ങളും, ഓൾ ദ ഇന്റേണൽ ഓർഗൻസ് ആർ അഫക്റ്റഡ് ബൈ ദ ക്യാൻസർ. ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ ഓരോ ക്യാൻസറിന്റെ ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഹാർട്ട് കാർഡിയോ ക്യാൻസർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇതുവരില്ല. എനിക്ക് മനസ്സിലായത് 24 മണിക്കൂറും രക്തം ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ടാണ്. കാരണം അല്ലല്ലേ, ഒരു ബ്ലോക്കും ഇല്ലാതെ എല്ലാവർക്കും സ്വന്തമായിട്ട് പിടിച്ചു വെക്കാതെ എല്ലാവർക്കും സപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്ന സാധനം എന്റേതെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ആത്മീയ വിഷയത്തിൽ വരുമ്പോൾ ക്യാൻസർ ഉള്ളത് ഹൃദയത്തിന് മാത്രമാണ്. അതാണ് അതിനകത്ത് കാരണം. ഹൃദയം എല്ലാത്തിനേക്കാളും കപടം നിറഞ്ഞത്. ലോകപ്രകാരം വലിയ ഫിസിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ ഹാർട്ടിന് ക്യാൻസർ ഇല്ല. പക്ഷെ ആത്മീയ വിഷയത്തിൽ വരുമ്പോൾ ഈ സ്നേഹം ഒഴുകാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ കൈമുഷ്ടിയോളം വലിപ്പമുള്ള ഹൃദയത്തെ കുറിച്ചല്ല പറയുന്നത്. വിചാര, വികാര, അലലിയ ഒക്കെയുള്ള ചിന്തകളെ നിയന്ത്രിക്കുന്ന മനസാക്ഷി ഉൾപ്പെടുന്നതിനെയാണ് വേദപുസ്തകം ഹൃദയം എന്ന് പറയുന്നത്. സ്നേഹം കെട്ടിക്കിടന്നിട്ട് ആർക്കും ഒഴുകിക്കൊടുക്കാതിരുന്നിട്ട്
ആണ്. ദുഷിച്ച രക്തത്തിന് നാം ആത്മീയത്തിൽ ഉടമസ്ഥരായി മാറിയത് കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന് പരിച്ഛേദന വേണമെന്നൊക്കെ പറയുന്നത്, ക്യാൻസർ ഉണ്ടായിരിക്കുന്നത്. അപ്പം ദൈവിക സ്നേഹത്തിലേക്ക് വരാൻ പോകുന്നത് കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഒരു വിവാഹ ശുശ്രൂഷ പോലൊക്കെ നിങ്ങൾ കണക്കാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചടങ്ങ് മാത്രം ഞാൻ നടത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മൾ ഒരു കല്യാണത്തിന് ഇരിക്കുന്നു, അവസാനം നിങ്ങൾ എല്ലാവരും ചേർന്ന് വൈകുന്നേരം ആഹാരം കഴിച്ച് വീട്ടിൽ പോക്കോ, ഒരു കുഴപ്പമില്ല. ഏകദേശം ഒരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഒരു പടി മണ്ണിൽ ദൈവം ആരംഭിച്ച ഒരു പദ്ധതിയാണ് കുടുംബം എന്ന പദ്ധതി. ഉൽപ്പത്തി 1:26 തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി, അല്ലേ? ഉൽപ്പത്തിയിൽ തന്നെ വായിക്കുന്നത് സകലത്തെയും അടക്കി ഭരിക്കുവാൻ, അല്ലേ? എല്ലാം ഭക്ഷിക്കുവാനുള്ള അവകാശം, തോട്ടത്തിൽ വേല ചെയ്യുവാൻ, തോട്ടം കാക്കുവാന്, കുടുംബജീവിതം നയിക്കുവാന്, സകലത്തിനും പേര് കൊടുക്കാന് ഒക്കെയാണ് ദൈവം മനുഷ്യനെയും കുടുംബത്തെയും ആക്കി വെച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, എത്ര ദിവസമായെന്ന് എനിക്കറിയത്തില്ല, പൂർണ്ണ മനുഷ്യനായിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചതെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നു. ഏകദേശം എന്റെ കണക്കൂട്ടലാണ്, തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് ഉപദേശമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇത് തിയോളജിക്കൽ ഒത്തിരി ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല. എന്റെ ഒരു ചിന്ത, ഒരു പ്രഭാഷകന്റെ ചിന്തകൾ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങളുടെ ആത്മീയത്തിൽ ഇത് നിമിത്തം വീഴ്ച ഉണ്ടായെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുന്നു. ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണ് ആദമിനെ സൃഷ്ടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചപ്പോൾ ക്രിസ്തുവിന്റെ തേജസ് സ്വരൂപം മനുഷ്യന് വെളിപ്പെട്ട് കിട്ടിയത് 30-ാമത്തെ വയസ്സിലായതുകൊണ്ട്, അല്ലെ, ആദമിന് 30 വയസ്സുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ അങ്ങ് അനുമാനിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 18 വയസ്സാക്കാം, 60 ആക്കാം, എനിക്കൊരു വിരോധമില്ല. ഞാൻ എന്റെ ആ ഒരു ചിത്രം പറഞ്ഞതേ. പക്ഷേ ദൈവം പറയുന്നു ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല. ഇപ്പൊ കുടുംബം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്, മനുഷ്യന്റെ തലയിൽ കൂടെ പോയതേ അല്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ശരിയാണോ, എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ, ഇതൊന്നും മനുഷ്യന്റെ ചിന്തയിൽപ്പെട്ടതല്ല, ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ഗുഡ് ദാറ്റ് മാൻ ടു ബി അലോൺ. മനുഷ്യൻ തന്നെ ഇരിക്കുന്നത് നല്ലതല്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണ്, ഇറ്റ്സ് ദ പ്ലാൻ ഓഫ് ഗോഡ്. അപ്പൊ ദൈവം അതിനൊരു പദ്ധതി ഒരുക്കി. ദൈവത്തിന്റെ പ്ലാൻ നിവർത്തിക്കാൻ വേണ്ടി ഗോഡ് മെയ്ഡ് ഓൾ ദി ആനിമൽസ് ടു പാസ് ബിഫോർ ഹിം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണ ആലോചന വന്നത് ആദമിനാണ്. നിങ്ങൾക്ക് എത്ര പോയത് എനിക്കറിയത്തില്ല, അച്ചപ്പം മിച്ചറൊക്കെ തിന്നവരൊക്കെ ഇഷ്ടം പോലെ കണ്ടേക്കാം. നിങ്ങൾ എത്ര കല്യാണത്തിന് തന്നെ പെണ്ണ് കാണാനോ അല്ലെ ചെറുക്കം കാണാനൊക്കെ പോയെന്ന് എനിക്കറിയത്തില്ല. ആദമിന്റെ മുമ്പിൽ കൂടെ സകല മൃഗങ്ങളെയും കടത്തി വിട്ടു. എല്ലാറ്റിനും പുള്ളി പേരിട്ടു. നമ്മുടെ ഭാഷ പറഞ്ഞ ആനയും പുലിയും അല്ലെങ്കിൽ ജിറാഫും കഴുതയും കാളയും എല്ലാം പേരിട്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ മുന്നിൽ കൂടെ പോയതൊന്നും നിങ്ങളുടെ ആകാഞ്ഞതിന്റെ കാരണം തക്ക തുണയല്ലായിരുന്നു. അതുകൊണ്ടാണ് പരിഭവം പാടില്ല എന്ന് പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആനയെ കണ്ടപ്പോൾ അല്ല ആദമിന് തോന്നുകയാണ് കൊള്ളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവിതം ചവിട്ടി മെതിച്ച് ഒരു പരുവം ആക്കിയേൻ, അല്ലെ? കുരങ്ങായിരുന്നെങ്കിലോ ചാടി കുടുംബം തകർത്തേന്. ജിറാഫ് ആയിരുന്നെങ്കിലോ ആരുടെയും മുമ്പിൽ തല കുനിക്കത്തില്ലായിരുന്നു. അപ്പൊ ഒരു മൃഗത്തെയും തരാതെ വന്നു, അല്ലയ്യ. ദൈവത്തിന് മനസ്സിൽ തന്നിലേക്ക് നോക്കി മനുഷ്യനെ ഉണ്ടാക്കിയതുപോലെ തന്റെ സ്വരൂപത്തിലേക്ക് നോക്കി വേണം ദൈവം കുടുംബം ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ദൈവം തന്നതാണെന്നുള്ള ഉത്ബോധത്തിന്റെ അടിസ്ഥാനം തുടങ്ങാത്തിടത്തോളം കാലം കുടുംബ ബന്ധത്തിന് ഉറപ്പില്ല. വിവാഹമോചനം എന്ന് പറയുന്ന ശാപമേറിയ വസ്തുത മലയാളി സമൂഹത്തിലും പെന്തിക്കോസ് സമൂഹത്തിലും കേട്ടുകേൾവിയില്ലാത്തൊരു കാലഘട്ടം, ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ ഇന്നൊരു സർവ്വസാധാരണ കാഴ്ചയായി മാറുന്നു. പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ വണ്ണം വിഘടിച്ചു പോകുന്ന ഒരു കാര്യം. വിവാഹം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവസാനമായി ഞാൻ പറയാവുന്ന ഒരു പദം അതുണ്ട്, അല്ലെങ്കിൽ രാജ്യം നിങ്ങളെ അനുവദിച്ചേക്കാം, നിങ്ങളുടെ സംസ്കാരം നിങ്ങളെ അനുവദിച്ചേക്കാം, പക്ഷെ തിരുവചനം നിങ്ങളെ ഇത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ വാട്ട് ഗോഡ് ഹാസ് ജോയിൻഡ് ടുഗദർ നെവർ മാൻ പുട്ട് അസണ്ടർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആശീർവദിക്കുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. രാജ്യത്തിന്റെ നിയമമോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം, ദൈവവചനത്തിലെ പ്രമാണം. ഞാൻ ആ ഡിവോഴ്സ് എന്ന വിഷയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അതിനൊരു ക്ലാസ് തന്നെ എടുക്കേണ്ട വിഷയമാ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ ആദമിനെ ഒരു തക്ക തുണയെ കിട്ടാതിരുന്നപ്പോൾ ആദമിന് മനസ്സിലായി, ഞാൻ വിചാരിച്ച ഒരു തുണയില്ല, ദൈവം വിചാരിച്ചു ഇവനൊരു തുണ ഉണ്ടാക്കി കൊടുക്കണം. ആത്മനിയന്ത്രിത ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. സോ ഗോഡ് മെയ്ഡ് ആഡം ടു ഹാവ് എ ഡീപ് സ്ലീപ്പ്. ഈ പദം നിങ്ങൾ മറന്നു പോകല്ലേ. നല്ല ഭാര്യയെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. മനസ്സിലായല്ലോ ഈ പദം? ഹല്ലേലൂയ. ബോധമില്ലാത്തവനെ പോലെ കിടന്ന് ഉറങ്ങിയെങ്കിൽ മാത്രമേ നല്ല ഭാര്യയെ കിട്ടത്തുള്ളൂ. അപ്പൊ പാസ്റ്റർ, ഞാനൊരു 45 വർഷം മുമ്പ് കല്യാണം കഴിച്ചിട്ട് കിട്ടിയ ഭാര്യ എന്തോ ചെയ്യും? ഇപ്പോഴും നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യം വരും ഇത് ദൈവം തന്നതാണ്. എ ഡീപ് സ്ലീപ്പ് മീൻസ് എന്റെ സ്വയ ചിന്തകളെയും ആദം എന്ന എന്റെ മനുഷ്യന്റെ വികാരങ്ങളെ ചിന്തകളെ ഒക്കെ പുട്ട് ടു സ്ലീപ്പ്, മരിപ്പിക്കണമെന്നാണ് പുതുനിയമത്തിന്റെ ഭാഷ. അതിനാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കൊരു പുട്ട് ഇറ്റ് ഇൻ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ സുഖമില്ലാതാകുമ്പോൾ കൊണ്ടു കൊടുക്കുമ്പോൾ പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു പുട്ട് ഇൻ ടു സ്ലീപ്പ് എന്നാ പറയുന്നതിന്. അതിനെ കൊല്ലാൻ കൊണ്ട് കൊടുത്തെന്ന അർത്ഥം, മരിക്കാൻ കൊടുത്തെന്ന്.
അതാ കൊലോസ് ലേഖനത്തിലും എഫെസ് ലേഖനത്തിലും കാണുന്നത്. ഞങ്ങളുടെ അവയവങ്ങളെ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ ഞങ്ങൾ മരിപ്പിക്കുന്നു. മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അങ്ങനെ ഞാനെന്ന് എന്റെ പിടിവാശിയെ ഞാൻ ആത്മാവിൽ മരിപ്പിക്കുന്നു. എന്റെ കോപം, എന്റെ ക്രോധം, എന്റെ ദൊന്നപക്ഷം, എന്റെ പിടിവാശികള്, എന്റെ ആശയത്തിലുള്ള തെറ്റിദ്ധാരണകളെയൊക്കെ ആത്മനിയന്ത്രണത്തിൽ മരിപ്പിക്കുമ്പോഴാണ് ഹല്ലേലൂയ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറയുന്ന ഉറ്റ തുണ പുറത്തു വരുന്നു. അത് ഈ 50-ാം വിവാഹ വാർഷികത്തിന്റെ അന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ തയ്യാറായാൽ. അല്ലെ, എന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയേ. പാസ്റ്റർ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു. അല്ലെ, നിങ്ങൾക്ക് ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ, ഇഫ് യു ആർ റെഡി ടു പുട്ട് ഇൻ ടു സ്ലീപ്, പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു വെക്കുക എന്നാണ്. ശ്രദ്ധിക്കണം ഈ പദം ഹല്ലേലൂയ. ഹല്ലേലൂയ, ടേക്ക് ഓഫ് എന്ന് പറയുന്നതും സ്ട്രൈപ്പ് ഇറ്റ് ഓഫ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ട് എനിക്ക് വേണമെങ്കിൽ, ഇവിടെ ആയതുകൊണ്ട് നമ്മൾ മിക്കവാറും എല്ലായിടത്തും എയർ കണ്ടീഷൻഡ് ആണ്, പുറത്തധികം ഇറങ്ങേണ്ട കാര്യമില്ല. വാഹനത്തോട് കയറുന്നു, വീട്ടിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു, ചർച്ചിൽ വരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. വേണമെങ്കിൽ ഒരു 4-5 പ്രാവശ്യം എനിക്ക് ഈ ഷർട്ട് ഇടാം. അതിന്റെ മണ്ടയ്ക്ക് ഞായറാഴ്ച ഒരു ജാക്കറ്റ് ഇട്ടിട്ട് കഴിയുമ്പോൾ ഐ എം സേഫ് ആണ്, അല്ലെ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, വീട്ടിലോട്ട് ചെന്ന ഉടനെ ഈ വസ്ത്രം ഊരി ഒരു ഹാങ്കറിൽ ഇടുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം വസ്ത്രമൊന്നും മാറിയിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച വേറെ ഇട്ട് പിന്നെയും ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ ഈ സാധനം എടുത്തിട്ടുണ്ട് വരും. പക്ഷെ വേറൊരു പദമുണ്ട്, വേദപുസ്തകം പറയുന്നത് പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹനോടെ ഊരിക്കളയുകയല്ല, ഉരിഞ്ഞു കളയുകയാണ്. സ്ട്രൈപ്പ് ഓഫ്, പാമ്പ് പടം ഉരിയുന്നത് പോലെ, വൃക്ഷത്തിന്റെ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ സംഭവിക്കുന്നതിന്റെ കാരണം തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് ഉപേക്ഷിക്കപ്പെട്ട ജീവിതം. അല്ലാതെ അല്ലല്ലേ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ആവേശമായിരുന്നു, എല്ലാം തീരുമാനമൊക്കെ കഴിഞ്ഞു, പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ തദൈവനോ. അതല്ല, ആത്മനിയന്ത്രിത ജീവിതം മരിപ്പിക്കുന്ന, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ ദിവസം പ്രതി കൊല്ലുന്നെന്നാ പറയുന്നത്. ഞങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞങ്ങൾ തന്നെ കൊളരാത്തരായി മാറാതിരിക്കേണ്ടതിന് ഞങ്ങളെ തന്നെ ദിവസം പ്രതി കൊല്ലുന്നു. വി കിൽ അവർ സെൽഫ് ഓൺ എ ഡെയിലി ബേസിസ്. അല്ലെങ്കിൽ ഞങ്ങൾ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവരായി മാറും. അപ്പൊ കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത എന്ന് പറയുന്നത് നല്ല ഉറക്കമാണ്. എന്തായാലും നല്ല ഉറക്കം, കുറച്ചൊക്കെ കണ്ണടയ്ക്കണം എന്നതിന്റെ അർത്ഥം. കുറച്ചു നേരമൊക്കെ കണ്ണടച്ചാൽ ചിലർക്കൊക്കെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതാണ് നല്ലത്. പണ്ടൊരു ഭാര്യയും ഭർത്താവോട് ഹല്ലേലൂയ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. 75-ാമത്തെ വയസ്സിൽ നല്ല ചുറുചുറുക്കാ രണ്ടുപേരും. പറഞ്ഞു, ഞങ്ങൾ കല്യാണത്തിന്റെ ആരംഭ ദിവസം ഒരു തീരുമാനമെടുത്തു, എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ ഒരു 5 മൈൽ അങ്ങ് പുറത്തോട്ട് നടക്കാൻ പോകും. അപ്പം അതുകൊണ്ട് പിന്നെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരത്തുള്ളൂ. അപ്പൊ എത്ര നാൾ നടന്നു? അന്ന് തൊട്ട് എല്ലാ ദിവസവും 5 മൈല് നടക്കേണ്ടി വന്നു. കാരണം എന്നും വഴക്കാണ്. അപ്പൊ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെയോ? ഇയാൾ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനും പുറകെ പോകുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും 5 മൈല് വെച്ച് ദിവസം നടന്ന് നല്ല ഫിസിക്കലി സ്ട്രോങ് ആയി മാറി. നമുക്ക് മല്ലിയ നമ്മുടെ ജീവിതയാത്ര കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കണം, കുറച്ച് കണ്ണൊക്കെ അടക്കണം. ഭാര്യ തുല്യ ആണെന്ന് അറിയണം. ഇനി ഒന്നും കൂടെ പറയണം മല്ലിയ, ഈ പ്രായം കഴിയുമ്പോൾ സൗന്ദര്യം കുറയുന്ന ആൾക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്. നമ്മൾ ഈ സൗന്ദര്യത്തിന് വെച്ചിരിക്കുന്നത് പുറമെയുള്ള കാഴ്ചപ്പാട്, അറേഞ്ച്മെന്റ് മോളിക്കൂൾ. നിങ്ങളുടെ തൊലി നല്ല നിറമൊക്കെ നമ്മുടെ തൊലിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ നിറം അങ്ങ് മാറിപ്പോകും. ദൈവമക്കളെ, സൗന്ദര്യം പുറമേ ഉള്ളതല്ല, കണ്ണുകൊണ്ട് കാണുന്നതല്ല സൗന്ദര്യം. മനുഷ്യൻ പുറമേ ഉള്ള നോക്കുന്നു. ഈ സൗന്ദര്യം, അതിനാണ് ഈ പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, അങ്ങനെ തന്നെ ആ വാക്യം അങ്ങനെ തന്നെയാണ്. നിന്റെ യൗവനത്തിലെ ഭാര്യ എന്നാ പറയുന്നത്, വൈഫ് ഓഫ് യുവർ യൂത്ത് എന്ന്. അതിന്റെ വ്യാഖ്യാനം, കല്യാണത്തിന്റെ അന്ന് നിങ്ങളുടെ ഭാര്യയെ കണ്ടല്ലോ, അതേ കണ്ണുകൊണ്ട് വേണം 90-ാമത്തെ വയസ്സിലും കാണുന്നത്. അപ്പം സൗന്ദര്യത്തിന് ഒരു കുറവില്ല. നമ്മൾ കാണുന്നത് പ്രായം കൊണ്ട് മങ്ങിക്കളയാത്തതാണ്, ആന്തരിക സൗന്ദര്യമാണ്, കവനന്റ്. അപ്പൊ കുടുംബ ബന്ധത്തിന്റെ നല്ലൊരു പിക്ചർ, ഭാര്യ തുല്യാണ്. എല്ലിൽ നിന്ന് എടുത്തെന്ന് ഓർത്തുകൊണ്ട് എല്ലും മണ്ണും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, എല്ലിൽ നിന്ന് എടുത്ത ഒരു ഭാര്യ തുല്യതയാണ്. ഇനിയും നല്ലൊരു കുടുംബ ചിത്രമാണ് 128-ാം സങ്കീർത്തനം. കല്യാണത്തിന്റെ അവസാനം ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ട് ആശീർവാദം പറയുന്നതാണെങ്കിലും നല്ലൊരു ഫാമിലി ഫോട്ടോ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും, അല്ലെ? 128-ാം സങ്കീർത്തനം, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യൻ. ദൈവത്തെ ഭയപ്പെടുന്ന ഭർത്താവ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആത്മനിയന്ത്രണ ജീവിതം ഒരു ഭർത്താവ്. ആ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും വീട്ടിനകത്ത്. നോക്കിയേ, അല്ലയ്യ, ആത്മാവിന്റെ ഫലം കായ്ക്കുന്ന ഭാര്യ. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്ന ആത്മനിയന്ത്രണമുള്ള ഭർത്താവ്, അല്ലെ? ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭാര്യ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഇതാണ് ദൈവമക്കളെ നല്ല ഒരു കുടുംബചിത്രം. എന്താണ് ഈ ഒലിവ് തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മേശയ്ക്ക് ചുറ്റും. അതിന്റെ അർത്ഥം മലലിയ എപ്പോഴും ഡൈനിങ് ടേബിളിൽ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്നല്ലല്ലോ, കയ്യെത്താവുന്ന ദൂരത്ത് ഫെലോഷിപ്പ്.
മേശ എന്ന് പറഞ്ഞ ഫെലോഷിപ്പാണ്, കൂട്ടായ്മയുള്ള കുഞ്ഞുങ്ങൾ, അന്യോന്യം കമ്മ്യൂണിക്കേഷനുള്ള കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് അതാണ്. ആത്മനിയന്ത്രിത ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായതായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിനല്ലാതെ വേറൊന്നിനും കടപ്പെട്ടിരിക്കരുത്. ഭാര്യയുടെ വീട്ടുകാരുടെ കാര്യവും ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യം, അവരുടെ സഹോദരിയുടെ കാര്യവും അവരുടെ സഹോദരന്റെ കാര്യവും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. ആവശ്യങ്ങളിൽ കൂട്ടായ്മ കൊടുക്കണം, കൈത്താങ്ങൽ കൊടുക്കണം, പക്ഷെ അതായിരിക്കരുത്. അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്കും മേളിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടില്ല. മക്കൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു വ്യത്യസ്തരാണ്, കുടുംബസ്ഥരാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകണം, ഉണ്ടാക്കി കൊടുക്കണം. ആവശ്യം വരുമ്പോൾ വേണ്ട കൗൺസിലിങ്ങോ അവർ ചോദിച്ചാൽ വേണ്ട സഹായങ്ങളോ ചെയ്തു കൊടുക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബകാര്യത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറയുന്നത്. പരസ്പര സ്നേഹം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13:1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷമായി ചിന്തിക്കുന്നില്ല. ഇതെല്ലാം കുടുംബ ബന്ധം ആത്മാവിന്റെ വരങ്ങളുടെ ഇടയിൽ കൊണ്ട് വെച്ചിരിക്കുക. 1 കൊരിന്ത്യർ 12 1 കൊരിന്ത്യർ 14 ഇടയ്ക്ക് 13 കൊണ്ട് വെച്ചിട്ട് അതിശ്രേഷ്ഠമായ വരമാണ്. ആത്മനിയന്ത്രണ ജീവിതത്തെക്കുറിച്ചും ആത്മവരത്തെക്കുറിച്ചുമുള്ള പഠനത്തിനകത്ത് 13-ാം അധ്യായം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആത്മവരങ്ങളുടെ ഓപ്പറേഷൻ തന്നെ ഇറ്റ്സ് ടോട്ടലി ബേസ്ഡ് അപ്പോൺ ദ ലവ്. സ്നേഹത്തിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. പരസ്പര വിശ്വാസം. ആത്മനിയന്ത്രിത ജീവിതം എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലാറ്റിയാണ്. അന്യോന്യം വിശ്വസിക്കണം. പരസ്പരം പഴി അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. പരസ്പരം ഇത് നമ്മളിപ്പോ വായിച്ചത് അന്യോന്യം ബഹുമാനിക്കണം. ദ ഹസ്ബൻഡ് നീഡ് ടു റെസ്പെക്ട്. എനിക്ക് അങ്ങനെ എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ മനുഷ്യരാണ്. പക്ഷേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അപ്പൊ തലയാകുന്ന ക്രിസ്തുവിന്റെ അവയവമാണ് ഞാൻ. എന്റെ വലത്തെ കയ്യിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ ഇടത്തെ കൈ പറയുന്നു ആ വേദന അവിടെ ചെല്ലുമ്പോൾ അതിനെ മാറ്റിക്കളണം എന്ന് പറയുന്നത് കൈയുടെ തീരുമാനമല്ല, തലയുടെ തീരുമാനം. നിങ്ങളുടെ കാലിനൊരു മുറിവുണ്ടാകുമ്പോൾ നിങ്ങൾ അത് കാലിനെ കൈകൊണ്ട് ശുശ്രൂഷിക്കുന്നത് അത് കൈയുടെ തീരുമാനമല്ല, തലയുടെ തീരുമാനമാണ്. അപ്പൊ ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ തീരുമാനമാണ്, തലയുടെ തീരുമാനമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിനകത്ത് ആത്മനിയന്ത്രിത ജീവിതത്തിനകത്ത് എപ്പോഴും ഓർത്തിരിക്കണം. എത്ര അന്യഭാഷ പറഞ്ഞു എന്നൊന്നും അല്ല നോക്കേണ്ടത്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, അന്യോന്യം ബഹുമാനിക്കണം. ഇത് നിലനിർത്തുന്നത് അല്ലെങ്കിൽ ആത്മനിയന്ത്രിത ജീവിതത്തിലാണ്. ഒരു ഉത്തമ ഭാര്യയായിട്ട് ജീവിക്കാൻ സഹോദരിമാർ തീരുമാനിക്കണം. രണ്ടും ഇപ്പൊ ഭർത്താവെന്നും ഭാര്യയെന്നും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുള്ള ബന്ധമാണ്. സദൃശവാക്യം 31-ാം അധ്യായം ഒരു ഉത്തമ സ്ത്രീയുടെ വലിയൊരു ചിത്രമാണ്. സഹോദരിമാരുടെ മീറ്റിങ്ങിലിടയ്ക്ക് 2 വാക്യം പ്രസംഗിച്ചിട്ട് നിർത്തുന്നതാണ്. എന്തെല്ലാം വിശദീകരണമാണ്. ഒന്ന് വായിച്ചൊന്ന് കാണാതെ പഠിക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. അവൾ നന്നായി രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവളുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുന്നില്ല, അവരുടെ വീട്ടിലുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ കമ്പിളി പുതപ്പുകളുണ്ട്. ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങൾ ഒത്തിരി ഉണ്ട്. അനേക തരുണിമണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരിലൊക്കെയും പ്രസിദ്ധിയായിരിക്കുന്നു. നിന്റെ ഭർത്താവ് നിന്നെ ഭാഗ്യവതി എന്ന് പറയുന്നു, മക്കളും നിന്നെ പുകഴ്ത്തും. പട്ടണവാതിക്കൽ വെച്ച് നിന്റെ ഭർത്താവ് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകത്തില്ല. അപ്പൊ ഭാര്യമാര് ഭർത്താവിനെ ബഹുമാനിക്കണം. If you treat your husband as a king, you can live as the wife of a king. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഒരു രാജാവിനെ പോലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു രാജ്ഞിയായിട്ട് ജീവിക്കാം. Or you see your husband as a slave, you are the wife of a slave. ഒരു അടിമയെ പോലാണ് ഭർത്താവിനെ കാണുന്നതെങ്കിൽ ഒരു അടിമയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുന്നെങ്കിൽ അവരുടെ ഭർത്താവായി നിങ്ങൾക്ക് ജീവിക്കാം. അല്ല, ചവിട്ടിത്താഴ്ത്തി അടിമയാണെങ്കിൽ അവരുടെ ഭർത്താവായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. സാമർത്ഥ്യം എന്ന് പറഞ്ഞ വാക്സാമർത്ഥ്യം അല്ലല്ലോ ഇവിടുത്തെ സാമർത്ഥ്യം. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഈ ഭക്തി എവിടുന്നാ വന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മളെ ആരാ പഠിപ്പിച്ചത്? പരിശുദ്ധാത്മാവല്ലേ നമ്മളെ ഇത് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകളെ പോലെ അത്ര ഒരു ഉണർവിന്റെ ഒരു ക്ലാസ് അല്ല ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ. പക്ഷേ ആടിയുലഞ്ഞ ബന്ധങ്ങൾ വെച്ച് ആത്മീയം കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുഴങ്കാൽ മടക്കി കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ആ കൈകൾ വിശുദ്ധ കൈകളായിരിക്കണം. ഹല്ലേലൂയ. നാവ് വിശുദ്ധമായിരിക്കണം, കണ്ണുകൾ വിശുദ്ധമായിരിക്കണം, ചെവികൾ വിശുദ്ധമായിരിക്കണം. ഹൃദയത്തിനകത്ത് അകൃത്യം കരുതിയാൽ കർത്താവ് കേൾക്കുകയില്ല. പക വെച്ച്, വിദ്വേഷം വെച്ച്, അല്ലെങ്കിൽ ക്ഷമിക്കാത്തത് വെച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വെള്ള തേച്ച് നാം
വെള്ളപൂശി, അല്ലെങ്കിൽ ഇരമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുറിവിന്റെ ആഴമറിയാതെ പുറമെ വെച്ച് കെട്ടുകയാണ്. അകം മുഴുവൻ അല്ലെങ്കിൽ ദുർഗന്ധം വ്യാപരിക്കുന്നു, ഇൻഫെക്ഷൻ വ്യാപരിക്കുന്നു, അത് ഒരു സൗഖ്യമുണ്ടാകുന്നില്ല. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകാതിരിക്കേണ്ടതിന് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സാക്ഷ്യം പറയണം. മക്കളോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണ്. മക്കൾ മാതാപിതാക്കൾ, ഏശാവിന്റെയും ഇസഹാക്കിന്റെയും റിബേക്കയുടെയും അല്ലലിയ മാതൃത്വ പിതൃത്വ അല്ലലിയ പരിപാലനം നമുക്ക് അനുവദനീയമല്ല. ഇസഹാക്കിന്റെ ഏശാവും റിബേക്കയുടെ യാക്കോബും ഫേവറിറ്റിസം കുടുംബത്തിനകത്ത് പാടില്ല. ഏശാവ് ഇച്ചിരി മിടുക്കനാണ്, അവൻ പോയി വേട്ടയിറച്ചി കൊണ്ടുവരുന്നു, അതിന്റെ രുചി പിടിച്ചിരുന്നത് കൊണ്ട് യാക്കോബ് ഏശാവിനെ ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു. അമ്മയ്ക്ക് ഇവൻ സാധുശീലൻ, കൂടാരവാസി, എപ്പോഴും വീട്ടിൽ കറങ്ങി നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് യാക്കോബിനോട് താല്പര്യം. നമുക്ക് കുടുംബത്തിനകത്ത് അപ്പന്റെ മകൻ അമ്മയുടെ മകൻ എന്ന ഒരു ചിന്ത വളർന്നു വരുന്നു. മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. എല്ലാവർക്കും മിടുക്ക് ഒരുപോലല്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഏറ്റക്കുറച്ചിലില്ലാതാണ്. പ്രിയ മക്കളെന്ന പോലെ നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ട് കുടുംബത്തിനകത്ത് വേറുകുറ്റം പാടില്ല. മക്കൾക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചവരാണ്, കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എനിക്കറിയത്തില്ല UAE നിയമം അങ്ങനെയാണെന്ന്, അല്ല കുഞ്ഞിന്റെ ജെൻഡർ പറയുമെന്ന് എനിക്കറിയത്തില്ല. ജനനശേഷമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഈ രാജ്യത്ത് ഒരു 3 മാസം 4 മാസം ആവുമ്പോഴത്തേനെ ആണാണോ പെണ്ണാണെന്നൊക്കെ പറയും എന്ന ഒരു രീതിയാണ്. ഇന്ത്യയിൽ അതില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ കുഞ്ഞിന്റെ ഒരു വൈകല്യം വരെ ചിലപ്പോൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി അംഗവൈകല്യം ഒക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഭാവി പറയുന്ന ഒരു സ്കാനിങ് മെഷീനും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ജനിക്കുന്ന കുഞ്ഞ് പാസ്റ്റർ ആവുന്നോ, ജനിക്കുന്ന കുഞ്ഞ് എഞ്ചിനീയർ ആവുന്നോ, ഡോക്ടർ ആവുന്നോ പറയുന്ന ഒരു സ്കാനിങ് മെഷീനും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സ്കാനിങ് മെഷീൻ സ്വർഗത്തിലുണ്ട്. അതൊരു 10,500 വർഷം മുമ്പേ കണ്ടുപിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 21 തൊട്ട് വായിക്കുന്നത്. ഹല്ലേലൂയ. റിബേക്കയുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ദൈവത്തോട് ചോദിക്കാൻ പോയി. ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞു. ദൈവം ഒരു പ്രിന്റ് എടുത്ത് കൈ കൊടുത്തു, ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് കൈ കൊടുത്തു, വീട്ടിൽ പോയി വായിക്കാൻ പറഞ്ഞു. അതിനകത്ത് പറയാണ്, 2 ജാതികൾ നിന്റെ ഉദരത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇങ്ങനെ ആർക്ക് പറയാൻ പറ്റും? കാലഘട്ടത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് തലമുറകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആകുല ചിന്ത മാറ്റിയിട്ട് മുഴങ്കാലിൽ മടക്കി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. തലമുറയുടെ ഭാവി നിങ്ങളുടെ മുറിക്കകത്ത് ദൈവം വെളിപ്പെടുത്തും. വരുന്നതും പോകുന്നതും പ്രവാചകന്റെ കയ്യിൽ കൂടെ കിട്ടുന്ന ഈ ആലോചന കൊണ്ട് തൃപ്തിപ്പെടാതെ വാത്സല്യ ദൈവമക്കളെ, ദൈവസഭയെ, എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസിദാസന്മാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറയുടെ ഉത്തമ ഭാവി അറിയുവാൻ ആത്മാവിൽ നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. സ്വർഗം അത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുത്തി തരും, നിങ്ങളുടെ മാംസപ്പലകയിൽ വെളിപ്പെടുത്തി തരും. നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി ദൈവം വെളിപ്പെടുത്തി തരും. മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. ഓരോ കുഞ്ഞിനെ നോക്കിയും ആത്മനിറവുള്ള മാതാപിതാക്കൾ പറയും, ഹന്ന പറഞ്ഞ പോലെ, ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ്. ഞാൻ ഈ ബാലന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാതെ വഴിയെ പോകുന്ന ഏതെങ്കിലും അല്ല. എനിക്കറിയാം ഇത് പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന്. ഓരോ കുഞ്ഞും മുന്നിൽ കൂടെ നടന്നു പോകുമ്പോഴും എപ്പോഴും പറഞ്ഞ് അവരെ കേൾക്ക പറയണമെന്നില്ല. എവറി ടൈം വെൻ യു സീ യുവർ സൺ ഓർ ഡോട്ടർ വാക്ക് ബിഫോർ യു, നിങ്ങളുടെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ പറയണം, ഞാൻ പ്രാർത്ഥിച്ച മകനായത്, ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയ മകളായത്. അല്ലേ? ഒരു പക്ഷെ ഇന്ന് അവൻ ദൈവത്തെ സേവിക്കാതെ മാറി നടന്നേക്കാം, ആരും അതിനോട് താല്പര്യം കാണിച്ചെന്ന് വരത്തില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ്, കാലത്തിന്റെ ചക്രം തിരിയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയതാണെങ്കിൽ, ഞാൻ അനർത്ഥത്തിനായിട്ടല്ല പ്രസവിച്ചത്, അവൻ ദൈവത്തെ ആരാധിക്കുന്നതിനായി മാറും. ഞാൻ പാടിയതിനേക്കാൾ കൂടുതൽ എന്റെ കുഞ്ഞു പാട്ട് പാടും, ഞാൻ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കുഞ്ഞ് ആരാധിക്കും, ഞാൻ സ്തോത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്റെ കുഞ്ഞുങ്ങൾ സ്തോത്രം ചെയ്യും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ ആത്മാവിൽ കൽപ്പിക്കാൻ തുടങ്ങണം. ആത്മനിയന്ത്രിത ജീവിതം കുടുംബത്തിനകത്ത്. ഭാവി എന്താണെന്ന് അറിയാതെ നിൽക്കുമ്പോൾ യോശുവ പറയുന്നു, ഇസ്രായേൽ സമൂഹമേ, എനിക്കൊരു തീരുമാനം പറയാനുണ്ട്. നമ്മൾ ആ വാക്യം നമ്മുടെ വീടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു വെച്ചിരിക്കുന്ന വാക്യമാണ്. പക്ഷെ അന്ന് യോശുവ അത് പറയുമ്പോൾ കനാനിലെ വിഗ്രഹ കോട്ടകൾ തലകുലുക്കി നിൽക്കുകയാണ്. കനാനിലെ അന്ധകാര ശക്തികൾ തലമുറയെ വിഴുങ്ങാൻ വേണ്ടി വാവിടർന്നു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അന്ധവിഗ്രഹങ്ങളുടെ കോട്ടകൾ തലയുയർത്തി നിൽക്കുമ്പോൾ യോശുവ എന്ന ഭക്തനായ മനുഷ്യൻ പറയുന്നു, ഹല്ലേലൂയ, യോശുവ 24-15 വാക്യം, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എത്ര ഉറച്ച തീരുമാനമായിരുന്നു. ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ദ പീപ്പിൾ സേ. ഹല്ലേലൂയ, അതെനിക്കൊരു വിഷയമല്ല.
ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് ധൈര്യത്തോടെ ധൈര്യസമേതം പറയുവാൻ ആത്മനിറവുള്ള മാതാപിതാക്കൾ ഇന്ന് രാത്രി തയ്യാറാകണം. എന്റെ കുടുംബം തകരുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എത്ര വൈഷമ്യങ്ങൾ കടന്നു വന്നാലും, ശത്രു എത്ര അലറി വിളിച്ചാലും, പിശാചിന്റെ പദ്ധതി എത്ര വലുതാണെങ്കിലും, തലമുറയ്ക്ക് നേരെ ആരൊക്കെ രേഖ എഴുതിയാലും, മുടിക്കും കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞാലും, ഞങ്ങൾ ഇന്ന് രാത്രി തീരുമാനിക്കുന്നു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ കുടുംബ ചക്രത്തിനകത്തേക്ക് നിന്റെ തലമുറയെ കൊണ്ട് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കകത്ത് ആത്മാവിൽ നിങ്ങൾ ആരാധിച്ചാൽ, നിങ്ങൾ ആത്മനിയന്ത്രിത ജീവിതത്തിലാണെങ്കിൽ ആ നിയന്ത്രണ മേഖലയിലേക്ക് നമ്മുടെ തലമുറയെ കൂടി ആകർഷിച്ചെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വഴിതെറ്റുന്ന തലമുറകൾ ദൈവസഭയുടെ ശാപമായി മാറിയിരിക്കുന്നു. മാതാപിതാക്കളെ, ഞാൻ ഒരു 3 മക്കളുടെ പിതാവാണ്. എനിക്കും വളരെ ആശങ്കകളുണ്ട്. ഈ രാജ്യത്തിന്റെ സംസ്കാരങ്ങൾ, കടന്നു പോകുന്ന മണ്ഡലങ്ങൾ, അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സമഭൂമിയിലെ സ്വർണ്ണബിംബങ്ങള്, അവരുടെ മുമ്പിലെ അലർന്ന സിംഹങ്ങള്, അവരുടെ മുമ്പിലെ മായാമോഹത്തിന്റെ കാഴ്ചകള്, ഇതൊക്കെ കാണുമ്പോൾ ഒരു പിതാവ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ ഞങ്ങൾക്കും ആശങ്കകളുണ്ട്. കുഞ്ഞുങ്ങളുടെ ആത്മീയ ഭാവി എന്തായിത്തീരും? സ്തോത്രം. ഞാനൊരു പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചു വളർന്നത്. 17ഓളം പാസ്റ്റേജില് ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ മാതാപിതാക്കൾ പ്രായത്തിന്റെ ക്ഷീണത്താൽ ബാംഗ്ലൂരില് അവരുടെ ഭവനത്തിൽ എന്റെ സഹോദരനോടൊപ്പം വിശ്രമിക്കുന്നു. ശുശ്രൂഷയിൽ 65 വർഷക്കാലം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്തവരാണ്. ഹല്ലേലൂയ. കയറിക്കിടക്കുവാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ സഞ്ചരിച്ച് യാത്ര ചെയ്ത മാതാപിതാക്കൾ. ദൈവം എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞൊരു കാലം, അന്നും എന്റെ മാതാപിതാക്കൾ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്റെ മക്കൾ ലോകത്തിൽ ഒന്നുമായില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വചനം വിട്ടു പോകുവാൻ ഇടയായി തീരല്ലേ. ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ഞങ്ങളുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കണ്ണുകൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അതിനപ്പുറത്തൊരു പ്രാർത്ഥന അവർക്കില്ലായിരുന്നു. അതിനപ്പുറത്തൊരു ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങളുടെ മക്കൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നോ ലോക പ്രശസ്തരാകണമെന്നോ എല്ലാവരും അവരുടെ സ്വപ്നം. ഞങ്ങളുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. ആത്മനിറവുള്ള ഒരു മാതാവെ പിതാവെ ആഗ്രഹിച്ചോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരാക്കണമെന്ന് ദൈവം തീരുമാനിച്ചോളൂ. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചെടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുമെന്നേ. ഇപ്പൊ കാണുന്നില്ലായിരിക്കും. ഹന്നാഡിയോയ്ക്ക് എന്ത് ധൈര്യത്തിനാ! ഹല്ലേലൂയ. ഒരു പോഷിയെ പോലെ ഏലി എന്ന പുരോഹിതന്റെ അപവാദം കേട്ടിട്ട് നീ പ്രാർത്ഥിച്ചല്ലോ. ക്രൈസ്തവർ, ഒരു പാസ്റ്റർ, ഞാനൊരു പാസ്റ്ററാ, എന്റെ സഭയിൽ കുറെ വിശ്വാസമുണ്ട്. അവരുടെ പ്രാർത്ഥനയെ ഞാൻ ആക്ഷേപിച്ചാല് അല്ലെങ്കിൽ എത്രമാത്രം ആ മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാകും. നിങ്ങൾ കണ്ണുനീരോടെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ, നിങ്ങൾ ഏങ്ങലടിച്ച് കരയുമ്പോൾ, എന്തിനാ ഈ കരച്ചില്, എന്തിനാ നിലവിളി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ആക്ഷേപിച്ചാൽ, ആത്മനിറവുള്ള മാതാവേ, അകം വേദനിച്ചായിരിക്കും നീ കരയുന്നത്. നിന്റെ അതരം അനങ്ങുന്നതല്ലാതെ ശബ്ദം പുറത്ത് കേൾക്കാനില്ല. പക്ഷെ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവത്തിനറിയാം. ഈ ആലയത്തിന്റെ ശൂന്യത ഞാൻ കാണുന്നു. ക്രൈസ്തവരുടെ ഹൊഫിനെയും ഫീനഗാസും ദേവാലയത്തെ അശുദ്ധമാക്കുന്നു. അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നു. യാഗത്തോടും നേർച്ചകളോടും അവർ അവർ അനാദരവ് കാണിക്കുന്നു. അതിന്റെ നടുവിൽ എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ യഹോവയ്ക്ക് കൊടുത്തേക്കാം. പെട്ടകത്തിന്റെ അടുത്ത് കവന്നു കിടന്ന് കണ്ണുനീരോടെ കാണിച്ചു. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാ. മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, നിന്ന കേട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ല എനിക്കോ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വന്ന് ഹല്ലേലൂയ, ഞാൻ ഈ ബാലനായി പ്രാർത്ഥിച്ചു, ഇവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായി തീരും എന്ന് പറഞ്ഞ് അതേ ഏലിയുടെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ വെച്ചു കൊടുക്കുന്നു. നിങ്ങൾ കണ്ടോ ആ പിന്നീടുള്ള വാക്യങ്ങള്? ഹല്ലേലൂയ. പെട്ടകത്തിനരികിൽ ദേവാലയത്തിലെ വിളക്ക് കെട്ടുപോകാതെ കിടന്നുറങ്ങുന്ന ഒരു പൈതൽ. എനിക്ക് മനസ്സിലായത്, നീ ഏത് പെട്ടകത്തിനടുത്ത് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചോ ആ പെട്ടകത്തിനകത്ത് തന്നെ നിന്റെ തലമുറ വന്നു ചേരുന്ന ഒരു ആത്മീയ വെളിപ്പാടുണ്ട്. ആത്മനിയന്ത്രിത ജീവിതമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആത്മാവിലാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിടത്ത് നിങ്ങളുടെ തലമുറ മുഴങ്കാൽ മടക്കിയിരിക്കും. നിങ്ങൾ ശുശ്രൂഷിച്ചിടത്ത് നിങ്ങളുടെ തലമുറ ശുശ്രൂഷിച്ചിരിക്കും. ക്രൈസ്തവരോട് ഹല്ലേലൂയ. ഒന്നും കൂടെ എടുത്ത് ഞാൻ കടത്തി പറയുക, ഇതോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും എന്റെ ചിന്തയിലേക്ക് വന്നതുകൊണ്ട് വേഗം പറയുകയാണ്. സ്തോത്രം. 1 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിലൊക്കെ കാണുന്ന ഒരു വലിയ മനോഹരമായ കാഴ്ചയുണ്ട്. ആസാഫ്, യെദുദാൻ എന്നൊക്കെയുള്ള പഴയ പാട്ടുകാർ, ഇന്നലെ നമ്മൾ ഓർത്തല്ലോ, ആ പാട്ടുകാരാണ്. അവരുടെ തലമുറയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? തപ്പുകൊണ്ടും കിന്നര കൊണ്ടും പ്രവചിക്കുന്ന പുത്രന്മാർ ആസാഫിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഗിറ്റാർ വായിച്ചത് കൊണ്ട് സ്കിൽഫുൾനെസ് തെളിയുന്നില്ല. ഇഫ് ഈസ് ഏബിൾ ടു പ്ലേ ഡ്രം, ഡ്രം കൊട്ടിയത് കൊണ്ട് മിടുക്കനാകണമെന്നില്ല. നല്ല കാര്യം, ടാലന്റിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെല്ലാം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാ, അവരുടെ ടാലന്റിന് സ്തോത്രം. പക്ഷെ നമ്മുടെ സ്വപ്നം ഗിറ്റാർ വായിക്കുന്നവൻ പ്രവചിക്കണം, ഡ്രം കൊട്ടുന്നവൻ പ്രവചിക്കണം. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. കിന്നരം കൊണ്ടും വീണ കൊണ്ടും പ്രവചിക്കുന്ന പുത്രന്മാർ ആസാഫിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മ്യൂസിക്കിന് കയറി നിന്നുകൊണ്ട് ടാലന്റ് ഷോ മാത്രമല്ല, ആത്മനിറവിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തണം. ഇന്നലെ ഓർപ്പിച്ചു, എപ്പോഴും ഓർപ്പിച്ചു, ഒരു പാട്ടേ പാടിയുള്ളെങ്കിലും ദൈവസഭ മതിമറന്ന് ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളെങ്കിലും ആത്മാവിന്റെ ചലനം ഉണ്ടാകണം,
ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പ്രദർശിപ്പിക്കപ്പെടണം. കർത്താവിന് വരെ താമസിച്ചാൽ ഈ ആഴ്ച മുതൽ അടുത്ത 23-ാം തീയതി മുതൽ ആത്മവരങ്ങളെ കുറിച്ചാണ് ഞാൻ സഭയിൽ പ്രസംഗിക്കാൻ പോകുന്നത്. ഒറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും പ്രവചിക്കുന്നവരായിരിക്കണം. സഭയ്ക്ക് സഫലന്മാരായി മാറണം. ആത്മനിയന്ത്രിത ജീവിതം, പരിശുദ്ധാത്മാവിന്റെ അനന്ത സാധ്യതകളെ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്തുവാൻ, അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ ദൈവസഭ തയ്യാറാകണം. മക്കൾ വഴിതെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ നേടിയിട്ടൊന്നും കാര്യമില്ല ദൈവമക്കളെ. സ്തോത്രം. അതിന്റെ അർത്ഥം അല്ലെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയത് മാതാപിതാക്കളുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വസ്തയോടെ പരമാർത്ഥയോടെ നമുക്ക് കയറി ജീവിക്കാൻ പറ്റും. ഏലി പുരോഹിതന്റെ മക്കൾ ഹല്ലേലൂയ 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവർ മക്കൾ ദൈവകൃപയിൽ നടന്നില്ല. ശമൂവേലിന്റെ മക്കളോ അവരും ദൈവത്തിന്റെ കൃപയിലല്ലായിരുന്നു. വിശ്വസ്ത പ്രവാചകൻ 1 ശമൂവേൽ 12-ാം അധ്യായത്തിൽ ശമൂവേൽ തന്നെ സാക്ഷ്യം പറയുന്നു, ഞാൻ നിങ്ങളുടെ കാളയോ കഴുതയോ ആടിനെയോ മോഹിച്ചിട്ടില്ല, ഈ ലോകത്തിൽ ഒന്നും ഞാൻ തട്ടിയെടുത്തിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ഏലിയുടെ മക്കൾ അവിശ്വസ്തരായിരുന്നുകൊണ്ട്, ദുരാഗ്രഹികളായിരുന്നുകൊണ്ട് സഭ അവരെ അംഗീകരിച്ചില്ല. കാരണം എന്താ? പലപ്പോഴും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ കൃപയിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി ആയുസ് കൊടുത്ത ഹല്ലേലൂയ ഒരു ഗ്ലാസ് ജീരവെള്ളം കുടിച്ചുകൊണ്ട് 40 ദിവസം ഉപവാസം വരുന്ന എത്രയോ ദൈവദാസന്മാരുടെ മക്കൾ ലോകമോഹത്തിൽ കെട്ടുപെട്ടു പോകുന്നു, അന്യായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. എന്താ സംഭവിക്കുന്നത്? ഒരിക്കൽ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അതിന്റെ ഒരു കാരണം ഇത്രയേ ഉള്ളൂ. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ കാണുന്നത്, നല്ല വിത്ത വിതച്ചത്, പക്ഷെ ശത്രു കള വിതച്ചു. ഹല്ലേലൂയ. ശത്രു കള വിതച്ചതാകുന്നു. വളരെ സൂക്ഷിക്കണം. ദാവീദിന്റെ മക്കൾ അബ്ശാലോമും അമ്നോനും എല്ലാം തകർന്നു പോവുകയാണ്. നല്ല കൃപയിൽ ജീവിച്ച ദൈവദാസനല്ലേ? എങ്ങനെയാ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്? ക്രൈസ്തവരല്ലേ? സമയം വേഗത്തിൽ പോയല്ലോ. ആത്മനിറവുള്ള ദൈവദാസനും ദൈവദാസിക്കും കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയോടുകൂടി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, സദൃശ്യം 22-ന്റെ 6-ാം വാക്യം എല്ലാവർക്കും ഹല്ലേലൂയ ഒരു വലിയ അറിയാവുന്ന വാക്യമാ. ബാലം നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. അതിന് ഇംഗ്ലീഷിലെ പദം നിങ്ങളെ വളരെ ചലഞ്ച് ചെയ്യും. ട്രെയിൻ അപ്പ് എ ചൈൽഡ് എന്നാണ്. ട്രെയിൻ, TRAIN, ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ പാത്ത് ഹി ഷുഡ് വാക്ക്. അതിന്റെ അർത്ഥം, ട്രെയിൻ എന്ന വാക്ക് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നല്ലോ. ട്രെയിൻ എന്നൊരു പദം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വന്നു. ഹല്ലേലൂയ. ഒരു എഞ്ചിൻ, വലിച്ചുകൊണ്ട് പോകുന്ന കുറെ ബോഗികൾ. ദാറ്റ്സ് എക്സാക്ട്ലി മീനിങ്. നിങ്ങൾ ഹല്ലേലൂയ ഒരു ട്രാക്കിൽ കൂടെ കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഹല്ലേലൂയ അർത്ഥമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു ലീഡർ, ആസ് എ ഫാദർ ആൻഡ് മദർ, you are the leader and the priest of the church in the family. You need to drag your children through a track. ദൈവവചനം എന്ന ഇരുമ്പ് പാളത്തിൽ കൂടെ സമാന്തരമായി സഞ്ചരിക്കുന്ന ആത്മാവിന്റെയും വചനത്തിന്റെയും പാളത്തിൽ കൂടെ ബോഗികളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഹല്ലേലൂയ അങ്ങനെ ഒരു തീരുമാനം ദൈവമക്കൾ എടുക്കണം. കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് മാതാപിതാക്കൾ കണ്ടു. കുഞ്ഞുങ്ങളുടെ അകത്തുള്ള ആത്മീയ സൗന്ദര്യം എന്തു പാതി കാണാനാ? അന്യന്റെ നാട്ടിൽ ഇഷ്ടിക ചൂളയിൽ പകലെന്തോയോളം അധ്വാനിക്കുന്ന അമ്രാമും യോക്കബും. പ്രൈസ് ദി ലോർഡ്. ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടുന്നില്ല. കൂടി വിചാരന്മാരുടെ തല്ല്, അവരുടെ മർദ്ദനം പുറം നെടുകെ കിട്ടുന്നു. താളടി ശേഖരിക്കണം, ഇഷ്ടിക ചുടുവാൻ, കണക്ക് കൊടുക്കുവാൻ, വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല. 3 നേരത്തെ ആഹാരം കൃത്യമായിട്ടില്ല. പക്ഷെ ജനിക്കുന്ന ശിശു, അന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നീലനദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയണമെന്ന് ഫറവോന്റെ കഠിന കൽപ്പന പ്രബലമായി നിൽക്കുന്നു. പക്ഷെ ജനിച്ച കുഞ്ഞിന്റെ അകത്ത് ദിവ്യ സുന്ദരൻ എന്നവർ കണ്ടു. ഡിവൈൻ ചൈൽഡ് എന്നാണ്, പ്രോപ്പർ ചൈൽഡ് എന്നാണ് അതിന്റെ എബ്രായ ഭാഷയിൽ. നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഐ സീ ഹല്ലേലൂയ, ദൈവഹിതമുള്ള ഒന്ന് ഞാൻ ഇവനകത്ത് കാണും. ഇന്ന് അവൻ അനുസരിക്കുന്നില്ല. ഇന്ന് ക്ലാസ്സിൽ എല്ലാത്തിനും തോറ്റു പുറകോട്ട് മാറുന്നു. സഭായത്തിന് വന്ന കൈകെട്ടിയിരിക്കുന്നു, നിർബന്ധത്തിന് വന്ന് മുന്നിയിരിക്കുന്നു. പക്ഷെ ഞാൻ അവന്റെ അകത്ത് കാണുന്നു ഒരു ആത്മീയ സൗന്ദര്യം. വിശ്വാസ കണ്ണ് തുറന്ന് ആത്മാവിൽ ആ കാഴ്ച കാണുവാൻ എത്ര പേര് ഇന്ന് പകൽക്കാലം തയ്യാറാകും? ഇറ്റ് മേ ബി 5-year-old child, ഹല്ലേലൂയ, or 50-year-old നിങ്ങളുടെ മൂത്ത മകനായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ ആത്മാവിന് രാത്രി ഞാൻ ആത്മാവിൽ വചനത്തിൽ കൂടി വിവേചിക്കുന്നു. നിങ്ങളുടെ തലമുറയ്ക്കകത്ത് നിങ്ങളൊരു ആത്മീയ സൗന്ദര്യം കണ്ടാട്ടെ. അവനെ ഹല്ലേലൂയ നിങ്ങൾക്ക് ഒതുക്കുവാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് ഒളിപ്പിക്കാൻ കഴിയത്തില്ല. ഞാങ്ങട കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കീലും പശയും തേച്ചിട്ട് നീല നദിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറക്കി വിട്ടാലും അവൻ കറങ്ങിത്തിരിഞ്ഞ് ഉപദേശിയായിട്ട് വീട്ടിൽ വരുമെന്നുള്ളത് ആത്മാവിന്റെ ദൂതാണെങ്കിൽ അത് എഴുതി വെച്ച് പ്രാർത്ഥിപ്പാൻ എത്ര പേര് തയ്യാറാണ്? മറ്റുള്ളവരെ വിഴുങ്ങിയ അല്ലെങ്കിൽ നീലനദിയിലെ ഒരു തിമിംഗലത്തിനും നീലനദിയിലെ ഒരു ചീങ്കണ്ണിക്കും നിന്റെ തലമുറയെ തൊടാൻ പറ്റത്തില്ല. കാരണം നീ കിടത്തിയിരിക്കുന്ന പെട്ടകം പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും പെട്ടകമാണെങ്കിൽ, ആത്മനിയന്ത്രിത ജീവിതത്തിൽ ആത്മാവിന്റെ അളവിനൊത്ത പടത് ജീവിതമാണെങ്കിൽ, കാലത്തിന്റെ പഴക്കത്തിൽ മിസ്രൈമിന്റെ കൊട്ടാരത്തിലോ മിദ്യാനിന്റെ നാട്ടിലോ പോയാലും
പഠിച്ചത് ഇസ്രയേലിന്റെ ആചാരമാണെങ്കിലും ജീവിച്ചത് മിദ്യാന്റെ സംസ്കാരത്തിലാണെങ്കിലും നാളെ നിന്റെ കണ്ണടഞ്ഞാലും നിന്റെ തലമുറ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനായി മടങ്ങി വരുമെന്നുള്ള കാഴ്ചപ്പാട് വേണം തലമുറകളെ ആത്മനിറവിൽ വളർത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. എങ്ങനെയാണ് ഹല്ലേലൂയ? 127 സങ്കീർത്തനം അതും വായിക്കുന്നതാണല്ലോ. മക്കൾ യഹോവ തരുന്ന ദാനം, ഉദരഫലം ദൈവത്തിന്റെ പ്രതിഫലം. അങ്ങനെയാകുന്നു വീരന്റെ കയ്യിലെ മക്കൾ. സ്തോത്രം. അത് വീരന്റെ ആയുധങ്ങളെ പോലെ. അപ്പം കുഞ്ഞുങ്ങളെല്ലാം ഒരു ആരോസ് ഇൻ ദ ഹാൻഡ് ഓഫ് എ മൈറ്റി വേലർ എന്നാ പറയുന്നത്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളാണ് നമ്മുടെ മക്കൾ. ആത്മനിയന്ത്രിത ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ദേ ആർ ജസ്റ്റ് ആൻ ആരോ. ഹല്ലേലൂയ. ഈ ആരോ എന്ന് പറയുമ്പോൾ അമ്പ്. ഹല്ലേലൂയ. അമ്പിനോട് ചേർന്നൊരു വില്ലുണ്ടായിരിക്കും. എ ബോ വിൽ ബി ദെയർ. ഈ വില്ലിലാണ് ഹല്ലേലൂയ ശാപം കുലയ്ക്കുന്നത്. വില്ലാണ് ട്രെയിനിങ് സ്ഥാനം. എങ്ങനെയാ ഒരു അമ്പ് എയ്യുന്നത്? ഒരു അമ്പ് എയ്യുന്നത് എങ്ങനെയാ? നമ്മൾ ആരും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കാഴ്ച മനസ്സിലായി അല്ലേ? വില്ലിലുള്ള ഒരു ഞാണുണ്ട്, വളച്ചു വെച്ചിരിക്കുന്ന മുള കൊണ്ടുള്ള ഒരു തണ്ടോ ഇരുമ്പോ എന്തു ആയിക്കൊള്ളട്ടെ, അതിൽ ഒരു ഞാണ് കെട്ടിയിട്ടുണ്ട്, ഒരു വള്ളി. അത് പുറകോട്ട് വലിക്കുമ്പോഴാണ് വില്ലു കുലച്ച് ചാപം എയ്യുന്നു എന്ന് ബൈബിളിലെ വാക്യം പറയും. ഒരു അമ്പ് വെച്ചിട്ട്. അപ്പൊ ഇത് ദൂരോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും വലിക്കണം. ടെൻഷനാണ്. പിള്ളേർ പറയത്തില്ല, ഈ ഡാഡിയുടെ മമ്മിയുടെയും കൂടെ താമസിക്കാനേ പറ്റത്തില്ല, എന്തോരു ടെൻഷനാണ്. അടുത്ത വീട്ടിലെ ഡാഡിയും മമ്മിയും നോക്ക്, അവർ ഒരു സ്ട്രിക്റ്റും ഇല്ല. ഞങ്ങളെയാണ് വന്ന ഉടനെ ഇരിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം, ഇത് തന്നെ പുറകെ നടന്ന് ടെൻഷനാണ്. എത്രയും ടെൻഷൻ കൊടുത്തോ അത്രയും ദൂരം അവർ പൊക്കോളും. അത് എല്ലാ കാര്യവും. ആത്മീയ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. ദ മോർ ടെൻഷൻ ട്രെയിനിങ് യു ആർ ഗിവിംഗ്, ദാറ്റ് ഇസ് ദ വേ ദാറ്റ് ദ ആരോ ഇസ് ഗോയിങ് ടു ഫ്ലൈറ്റ് ഫോർ ദ ഇന്റൻറ്റ് ഡിസ്റ്റൻസ് എന്നാ പറയുന്നത്. അല്ലല്ലേ? മൂർച്ചയുള്ള ഷാർപ്പൻ ചെയ്ത് അതിന്റെ ദൂരം ശത്രുവിന്റെ തിരുനെറ്റിക്കേക്ക് പോകുന്ന. കാരണം കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, പിശാചിനൊരു സ്വപ്നമുണ്ട്. ഇത് രണ്ടുകൂടെ ചേർന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിശാചിന്റെ സ്വപ്നം, പ്രൈസ് ഹല്ലേലൂയ, ഇവനെയൊക്കെ വഴിതെറ്റിച്ച് കളയണം. എങ്ങനെങ്കിലും വഴിതെറ്റിക്കണം. ദൈവത്തിന്റെ സ്വപ്നം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മുഴങ്ങിക്കേട്ടു. അത് യേശുവിനെ കുറിച്ചുള്ള മെശയ്യ പ്രവചനമാണെങ്കിലും അതുകൊണ്ട് നിർത്തരുത്. ജനിക്കാൻ പോകുന്ന സകല സന്തതികളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. ഏദൻ തോട്ടത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഏദനകത്ത് വെച്ച് അല്ലെങ്കിൽ അവരെ പുറത്തിറക്കുന്നതിന് മുമ്പ് സ്ത്രീയോട് പറഞ്ഞത് ആ ദൈവത്തിന്റെ ദൂത് ഇതാണ്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കണം. തലയെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ചിന്ത, ആലോചന, ദ സ്കീംസ് ആൻഡ് പ്ലാൻസ് ഓഫ് ദ എനിമി നീഡ് ടു ബി ക്രഷ്ഡ് ബൈ അവർ ജനറേഷൻ. നമ്മുടെ തലമുറകളാണ് പിശാചിന്റെ തലയെ തകർക്കേണ്ട തലമുറ. അർത്ഥാൽ പിശാചിനെ ജയിക്കുന്ന ഒരു തലമുറ ദൈവത്തിന്റെ സ്വപ്നമായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അന്ന് തൊട്ട് കായീൻ കോപിഷ്ഠനായി സഹോദരനെ കൊല്ലുന്നു. തലമുറ തകരട്ടെ എന്ന് പറഞ്ഞ് ജനിക്കുന്ന ഓരോ തലമുറയും വഴിതെറ്റിച്ചു വരുമ്പോഴാണ്, സ്തോത്രം ഹല്ലേലൂയ, എന്തിനേറെ പറയുന്നു, ഹെരോദാവിന്റെ വാള് ജനിക്കുന്ന സകല തലമുറയുടെയും കഴുത്ത് കൊയ്യുമ്പോഴാണ്. അതിനിടയിൽ കൂടെ ഹല്ലേലൂയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായി യേശു വളർന്നു വന്നതുപോലെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. ആത്മനിയന്ത്രിത ജീവിതമാണ് യേശുവിനെ മനുഷ്യരെന്ന നിലയിൽ ഈ മണ്ണിൽ മഹാനാക്കി മാറ്റിയ, ഹല്ലേലൂയ, ജയാളിയാക്കി മാറ്റിയതെങ്കിൽ നമ്മുടെ തലമുറയും ആത്മനിറവിൽ ജീവിച്ചാൽ പിശാചിന്റെ പദ്ധതി പൊളിയും. ദൈവത്തിന്റെ അപ്പൊ ആയുധങ്ങളായി ഇവരെ വളർത്തിക്കൊണ്ട് വരണം പിശാചിന്റെ പദ്ധതി. അപ്പൊ കാരണം ഇത് വളർന്നു വരുമ്പോൾ ഫറവോൻ പറഞ്ഞൊരു പദം കൂടെ പറയുമ്പോൾ സമയം കഴിഞ്ഞു. ഫറവോൻ പറയുകയാണ്, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. ഫറവോൻ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ ഇസ്രായേൽ മക്കളോട് ബുദ്ധിയായി പെരുമാറണം. അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവർ വളർന്നിട്ട് ശത്രു രാജ്യത്തോട് ചേർന്ന് നമ്മളോട് യുദ്ധം ചെയ്ത് നമ്മളെ തോൽപ്പിക്കും. ആ ഒറ്റ പരിപാടിയാണ് ഫറവോനെ കൊണ്ട് ഈ കഠിന തീരുമാനം എടുപ്പിച്ചത്. ഇസ്രായേൽ മക്കളുടെ പിറക്കുന്ന ഈ ആൺകുഞ്ഞുങ്ങളെ നീലനദിയിലേക്ക് വലിച്ചെറിയുവാൻ കൽപ്പന കൊടുത്തതിന്റെ കാരണം, ഹി ഫിയർഡ് ദാറ്റ് ദിസ് ജനറേഷൻ വിൽ ഫോം ആൻ ആർമി. ഈ കുഞ്ഞുങ്ങൾ ഒരു സൈന്യമായി മാറും. ഞാൻ പറയുന്ന ആത്മീയ ദൂത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് ഞാൻ ഹല്ലേലൂയ സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ അവരൊരു സൈന്യമായി മാറും. ഇന്ന് നിങ്ങളുടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, ഇന്ന് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകൾ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആ പൈതൽ, അല്ലെങ്കിൽ കുടുംബസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ മകൾ ആത്മാവിൽ നിറഞ്ഞാൽ അവൻ ശത്രു രാജ്യത്തിന് ഒരു ഭീഷണിയാണ്. അവൻ പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുമെന്ന് അറിഞ്ഞ പിശാച് എഴുതി വെച്ച പ്രമാണമാണ്, രേഖയാണ്. നിന്റെ തലമുറയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക, നിന്റെ തലമുറയെ നീലനദിയിൽ ഒതുക്കിക്കളയുക. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് മാതാപിതാക്കൾ തീരുമാനിച്ചത്, ഞങ്ങൾ ഇവനെ കഴിവുള്ളതുപോലെ വളർത്തിയെടുക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ഒരു ഭീഷണി പിശാചിന്. ഞങ്ങളുടെ തലമുറകൾ ആത്മാവിൽ വളർന്നാൽ
അത് ഒരു സൈന്യമായി മാറും. അസ്ഥി സമാനമായി കിടക്കുന്നത് ആത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ ആ നിഹതന്മാർ ജീവിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവസഭ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ആത്മനിയന്ത്രിത ജീവിതത്തിൽ, ആത്മനിറവിന്റെ ജീവിതത്തിൽ ഞങ്ങൾ സഭയിൽ, കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് അടുത്തൊരു തലമുറയെ ദൈവത്തിന് വേണ്ടി വാർത്തെടുക്കാനാണ്. ഹല്ലേലൂയ. അടുത്ത ജനറേഷൻ. അതുകൊണ്ട് തിമത്തിയോസിനോട് പൗലോസ് പറയുന്നു, എന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് 21 ലേഖനം എഴുതിയതൊന്നുമല്ല. ആയിരിക്കാം നല്ലത്. ഐ അപ്രീഷിയേറ്റ് പോൾ ഫോർ റൈറ്റിംഗ് 21 epistles for us. ഹല്ലേലൂയ. യെരുശലേം മുതൽ ഇല്യൂരെ ദേശം വരെ സഞ്ചരിച്ച് 100 കണക്കിന് സഭകൾ സ്ഥാപിച്ചു. നല്ലത്. ദൈവസഭ പ്രയോജനപ്പെട്ടല്ലോ. ഹല്ലേലൂയ. നേരിട്ട് സംവാദം നടത്തി പേഴ്സണൽ ഇവാഞ്ചലിസം കൊണ്ട് താൻ അനേകരെ നേടി. പ്രസംഗ വിഷയത്തിൽ അഗ്രഗണ്യൻ. അരയോപ കുന്നിലും വഴിവക്കിലും പുഴവക്കിലും ഒരുപോലെ നിന്ന് സുവിശേഷത്തിന്റെ വക്താവായി മാറി. അനേക രോഗശാന്തി, ഭൂതശാന്തി ഒക്കെ താൻ നടത്തി. എല്ലാം നല്ല കാര്യം. പക്ഷെ പൗലോസിന്റെ മരണ സമയത്ത് പൗലോസിന് അഭിമാനത്തോടെ പറയാം, ഹല്ലേലൂയ, ഞാൻ കണ്ണടച്ചാലും ഒരു തിമത്തിയോസ് വളർന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ കണ്ണടച്ചാലും ഒരു തീത്തോസ് ഉണ്ട്. മരിക്കുന്നതിന് മുമ്പ് മർക്കോസിനെ മടക്കി കൊണ്ടുവരിക. ഹല്ലേലൂയ. ദൈവസഭ അന്യം നിന്ന് പോകത്തില്ല. ദൈവമക്കളെ, ദൈവദാസന്മാരെ, 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ നമ്മളിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഈ ലോകം വിട്ടുപോയാലും കർത്താവിന് ഒരു താമസമാണെങ്കിൽ ആത്മീക വിഷയത്തിൽ സമ്പുഷ്ടമായ സമ്പന്നമായ ഒരു ആത്മീയ കൂട്ടം ദേശത്ത് വ്യാപരിക്കേണ്ടതിന് അടുത്ത തലമുറയെ ആത്മനിയന്ത്രണത്തിൽ കാഴ്ചപ്പാടോടെ വളർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപയും ശക്തിയും തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ കൊതിക്കണം. അതാണ് ഫറവോന്റെ പുത്രി മോശയുടെ അമ്മയോട് പറഞ്ഞത്. പ്രതിഫലം ഒന്നും പ്രതീക്ഷിച്ച് ആരും മക്കളെ വളർത്തണം. ഈ മക്കളും ഒക്കെ വളർന്നു വരുമ്പോൾ വീടിന്റെ മോർഗേജ് അടച്ചോളും, കാറിന്റെ പേയ്മെന്റ് അടച്ചോളും. ആര് സ്വപ്നം കണ്ട് വളർത്താൻ ദയവ് ചെയ്ത്. ഹല്ലേലൂയ. അങ്ങനെ മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു. പക്ഷേ ഒറ്റ മക്കളെ പോലും ഹല്ലേലൂയ നിങ്ങൾ അങ്ങനെ വളർത്തരുത്. പ്രതിഫലം അവരല്ല തരേണ്ടത്. ഫറവോന്റെ പുത്രി മോശയുടെ അമ്മയോട് പറഞ്ഞു, യു റെയർ ദിസ് ചൈൽഡ് ഫോർ മീ, ഐ വിൽ റിവാർഡ് യു. ഈ തലമുറയെ എനിക്ക് വേണ്ടി നീ വളർത്തണം, ഞാൻ നിനക്ക് പ്രതിഫലം തരാം. ഹല്ലേലൂയ. അതാ ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം. അത് മക്കളെ കൂടെ ആയിരിക്കാം, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ആകെ ഉത്തരവാദിത്വം ആത്മനിയന്ത്രിത ജീവിതം. ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ഹൃദയത്തിൽ കർത്താവിന് പാടിയും പ്രൈസ് ഹല്ലേലൂയ എല്ലാറ്റിനും എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടും അന്യോന്യം ദൈവഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണണം. ആരെയും വില കുറിച്ച് കാണിക്കരുത്. ആരുടെയും നിറത്തിന്റെയോ സമ്പത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആരെ വിലയടിച്ച് കളയരുത്. കാരണം അവരുടെ ഉള്ളിൽ വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ്. അവരെ നയിക്കുന്നത് നിങ്ങളെ നയിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ്. ഏതെങ്കിലും ജഡമോഹമോ ജഡത്തിന്റെ ഇച്ഛയോ അവരെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അവരെ നേർവഴിക്ക് നടത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവസഭ എന്ന നിലയിൽ, ദൈവദാസന്മാർ, ദാസിമാർ എന്ന നിലയിൽ നിങ്ങളുടെ മേൽ അധിഷ്ഠിതമാണ്. നിങ്ങളുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. വഴിതെറ്റിപ്പോയാൽ അവരെ ഉപദേശിച്ച് പറഞ്ഞു മനസ്സിലാക്കണം. പ്രാർത്ഥിക്കണം. മൂപ്പന്മാരുടെ കൈവച്ചതിനാൽ അവർക്ക് ലഭിച്ച കൃപാവരത്തെ അവർ ജ്വലിപ്പിക്കേണ്ടതിന് കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. സഭയിലല്ല സഭായോഗം കഴിയുന്നതിന് മുമ്പ് ഞാനൊരു നിർദ്ദേശം പോലെ അങ്ങ് പറയുക, കുഞ്ഞുങ്ങളെ ഒന്ന് മുന്നോട്ട് വിളിച്ചിട്ട് ക്രൈസ്തവരുടെ അഭിഷിക്തന്മാരെ, ദൈവദാസിദാസന്മാർ അവരുടെ തോളിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യണമെന്നേ, എല്ലാ മീറ്റിങ്ങിനും ചെയ്യണമെന്നേ. കാലത്തിന്റെ പഴക്കത്തിൽ അവരുടെ കാലുകൾ പിശാചിന്റെ തലയെ മെതിക്കുന്ന കാലുകളായി മാറുമെന്ന് എനിക്ക് ആത്മാവിൽ ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ ബൗണ്ട് ബൈ സ്പിരിറ്റ്, നിങ്ങൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരാണ്. നിങ്ങളുടെ ആദരത്തിന് അധികാരമുണ്ട്, നിങ്ങളുടെ നോട്ടത്തിന് അധികാരമുണ്ട്. നിങ്ങൾ വിരൽ ചൂണ്ടുന്നിടത്ത് പിശാചിന്റെ പദ്ധതികൾ പൊളിയും. നിങ്ങൾ ആദരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അന്യായത്തങ്ങൾ അവിടെ ശാസിക്കപ്പെടും, പട്ടണഭൂതങ്ങൾ വിറയ്ക്കപ്പെടും. കാരണം അഭിഷേകത്തിന്റെ നിറവിനോടെ ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ഉൾക്കാഴ്ചയോടെ നിങ്ങളുടെ പ്രവാസ ജീവിതം ഭയത്തോടെ കഴിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ഓരോ താമസമെങ്കിൽ ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹമായി നിങ്ങൾ മാറുമെന്ന സ്വപ്നം എനിക്കുണ്ട്. പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഒരുക്കിയ സുലഭ നിമിഷങ്ങൾക്കായി കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. അടിയനെയും എന്റെ കുടുംബത്തെയും ശുശ്രൂഷിക്കുന്ന സഭകളെ ഓർത്ത് അവസരമുള്ളപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട, പലപ്പോഴെങ്കിലും ഓർക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ IPC എബനേസർ ദുബായ് ചർച്ചിനുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളും, ദൈവദാസനോടും കുടുംബത്തോടുമുള്ള സ്നേഹവും ബഹുമാനവും